ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമ്പേട്ടെ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റ് ആണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ താങ്ക്സ്. നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നതിനോടൊപ്പം അവിടെ ഫോളോയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 68 ആയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ദ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഞങ്ങളുടെ ബോർഡ് സെക്ഷനിലുണ്ട്, അവിടെ ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ച്. നിങ്ങളുടെ ചാനല് കാണുന്നവർക്കറിയാം, നിങ്ങളൊരു 5 എപ്പിസോഡോളം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 6ാമത്തെ സീസൺ ആയതുകൊണ്ട് 6ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിനാലേക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാം. ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ സ്ഥലത്തെ ബിഗ് ബോസ് എക്സ്പേർട്ട് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു മിസ്റ്റർ ജെയിംസ് ബോണ്ട്. വെൽക്കം ടു ദി ഷോ. ഞാൻ ബിഗ് ബോസിന്റെ ഞങ്ങളുടെ എപ്പിസോഡുകളിൽ പറയാറുണ്ട് എന്റെ ബിഗ് ബോസ് കാണുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച്. അദ്ദേഹമാണ് എന്നെ ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിച്ചതും ഒക്കെ. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു ഈസ്റ്റർ എഗും കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞങ്ങള് തുടക്കത്തില് ഞാനിങ്ങനെ ഇത് നല്ല കൊമ്പേണ്ടി എന്ന് പറയുന്ന ആ ശബ്ദം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടേതാണ്. മിസ്റ്റർ ജെയിംസ് ബോണ്ടിന്റെ വളരെയധികം അടുത്ത ഒരാളുടെ ഒരു ശബ്ദമാണത്. അപ്പോഴത് ആരാണെന്ന് അദ്ദേഹത്തിന്റെ നാമം വെളിപ്പെടുത്താനായിട്ട് ഇപ്പൊ തൽക്കാലം നിർവാഹമില്ല. കാര്യം കേട്ടാലോ അല്ലെ? അത് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് മോഡുലേഷൻ ആണത്. അതുകൊണ്ടാണത്. അതിപ്പം വേറെ ആർക്കും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ജെയിംസ് ബോണ്ട് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 6? ബിഗ് ബോസ് സീസൺ 6 കുഴപ്പമില്ലായിരുന്നു. മറ്റേ വേറെ സീസൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സീസൺ 5നേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സീസൺ 4 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 6 സീസണിൽ. അത് റോബിൻ ഒക്കെ ഉള്ള സീസൺ അല്ലേ? യെസ്, റോബിൻ, ജാസ്മിൻ, ദിൽഷ അവരൊക്കെ ഉണ്ടായിരുന്ന സീസൺ. ആ ഒരു സീസണിലായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റും എന്റർടൈൻമെന്റും. ഈ സീസൺ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തോ അത്ര അങ്ങോട്ട് പോരാ അല്ലേ? പൂർണ്ണതയില്ല. അല്ല, ആൾക്കാര് പറയുന്നത് ഏറ്റവും നിലവാരം കുറഞ്ഞ സീസൺ ആണ് ഈ സീസൺ എന്നൊക്കെയാണല്ലോ. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിലവാരം കുറവ് കുറച്ചൊക്കെ മീൻസ് കുറച്ച് ലാംഗ്വേജ്. പക്ഷെ എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര ഒറിജിനൽ ആയിരുന്നു കുറെ പേരും തോന്നി. ഇപ്പം അതുകൊണ്ട് വായിത്തോണ്ടിയൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, വലിയ ലാംഗ്വേജിലൊന്നും വലിയ മാന്യത കളിക്കാതെ അവർ വായിത്തോതി വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് കാണാൻ രസമുണ്ടായിരുന്നു. അത് വേറെ കാര്യം. കൂടുതൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നത് ഭയങ്കര ബോറിംഗ്. പക്ഷെ ആൾക്കാരില് പലരും പറയുന്നത് നേരെ തിരിച്ചത്. വായിത്തോന്നിയൊക്കെ വിളിച്ചു പറയുന്നതുകൊണ്ട് തന്നെ വെറും കൂതറ സീസൺ ആയിരുന്നു എന്നൊക്കെയാണ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് നല്ല ഒറിജിനൽ സീസൺ. കഴിഞ്ഞ സീസൺ 5 ആയിരുന്നു എല്ലാവരും സീസൺ ഓഫ് ഒറിജിനൽസ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സീസൺ 6 ആണ് സീസൺ ഓഫ് ഒറിജിനൽസ് ആയിട്ട് തോന്നിയത്. സീസൺ 5നേക്കാൾ സീസൺ 5നേക്കാൾ. ഇപ്രാവശ്യത്തെ ലാലേട്ടന്റെ അവതരണം എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടന്റെ അവതരണം എനിക്ക് എല്ലാ പ്രാവശ്യത്തെ പോലെ. പക്ഷെ എല്ലാരും പറയുന്നത് ലാലേട്ടൻ ഈ പ്രാവശ്യം ഭയങ്കര ഇതായിരുന്നു പറയുന്നത്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി അങ്ങനെ തോന്നി. അങ്ങനെ തോന്നിയില്ല, കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെയൊക്കെ തന്നെ. പക്ഷെ സീസൺ 2 സീസൺ 3നേക്കാളൊക്കെ ഒത്തിരി ഭേദം. കാര്യം ഞാൻ ആ സീസൺ 2ഉം 3യും കണ്ടു കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം നന്നായിട്ട് തോന്നി. കുഴപ്പമില്ല. സീസൺ 5ഉം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു ഓർമ്മ.
വരും. പക്ഷെ നമ്മുടെ കമൽ സാറാണ് എപ്പോഴും അല്ലെ അതെ. പ്രശ്നം. കമൽ സാർ കഴിഞ്ഞുള്ളൂ. ഹിന്ദി തന്നെ എനിക്ക് അറിഞ്ഞൂടാ, കാണാറില്ല. പിന്നെ പക്ഷെ തമിഴ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാളം. ഇതിലാരായിരുന്നു ജെയിംസ് ബോണ്ടിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ്? സീസൺ 6 എന്റെ ഏറ്റവും ഫേവറേറ്റ് ജാസ്മിൻ ജാഫർ. കപ്പെടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ നടന്നില്ല. അതൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണല്ലോ. ജാസ്മിൻ ജാഫറിന്റെ ഫാനാണെന്ന് പറയുമ്പോൾ ജാസ്മിൻ ജാഫറിന്റെ ഫാൻ എന്ന് പറഞ്ഞാൽ എല്ലാരും എടുത്തിട്ട് കൊടുക്കും. അതുകൊണ്ട് ആരും പറയുന്നില്ല. മറ്റേ ഈയിടെ എന്താണ് മറ്റേ ഫിനാലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മുടെ നിങ്ങറിയവരൊക്കെ സീസൺ 5 നാദിറാനെ മറ്റേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആപ്ലിക്കേറ്റ് മറ്റേ നാദിറ, പിന്നെ നമ്മുടെ സെക്കൻഡ് കിട്ടിയ ആള് കഴിഞ്ഞ സീസൺ റനീഷ, അങ്ങനെ കുറച്ച് പേര്, നോബി, വീണ നായർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നിങ്ങൾക്ക് ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? ഫിനാലേക്ക് മുമ്പാ. അപ്പം വീണ നായർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജാസ്മിൻ ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം. കാരണം പുള്ളിക്കാരി ഇതിനകത്ത് കുറെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമ്മുടെ നോബി അറിഞ്ഞില്ലേ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരുന്നു. നോബി സീസൺ 3 അപ്പൊ അപ്പോഴത്തെ അന്നത്തെ പോലെ തന്നെ ചുമ്മാ അതൊന്നും പറയാതെ ഇനി ആൾക്കാർ അതെടുത്തിട്ട് പറയുന്നൊക്കെ വീണനായരോട് പറയാം. അപ്പൊ വീണനായർ പുള്ളിക്ക് അത് പോലും പേടിയോ, പുള്ളി വാ തുറന്നൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം അതിപ്പോ അവിടെയാണെങ്കിലും ബിഗ് ബോസിനാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം ഒരുപോലെ. അപ്പൊ അങ്ങനെ എന്ത് വീണനായർ പറയുന്നുണ്ടായിരുന്നു. റനീഷോട് ചോദിച്ചപ്പോഴും റനീഷ് ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്തോ ആൻസർ പറഞ്ഞു. അന്നേരം വീണ നായർ പറഞ്ഞു, ഇവള് എന്നോട് ഇന്നലെ അങ്ങോട്ട് പറഞ്ഞ ജാസ്മിൻ ജയിച്ചാൽ മതിയായിരുന്നു. അന്നേരം പുള്ളിക്കാരി ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അതാ പറഞ്ഞു, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു തെറ്റായിട്ടാണ് ആൾക്കാർ കാര്യം. അത്രയും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം നോവിയൊക്കെ അങ്ങനെ പറയുന്നതിൽ ഒരു ഇതുണ്ട്. ഇതിപ്പോ അവരൊക്കെ ഇനിയും പുറത്തോട്ടിറങ്ങാനുള്ള ആളല്ലോ. എടുത്തിട്ട് കഴിഞ്ഞു ശരി. ജാസ്മിൻ ജാഫറിന്റെ ഫാനാണ് ഞാൻ. ഫാൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഷോയ്ക്കകത്ത് പുള്ളിക്കാരി കൊടുത്ത കണ്ടന്റ് കാരണം, വേറെ ഒന്നുമല്ല. അതിപ്പോ ആൾക്കാര് ചോദിക്കും എന്ത് കണ്ടന്റ് അതിന് പ്രത്യേകിച്ച് കൊടുത്തത്? അവിടെ കണ്ടന്റ് ഗബ്രിയുടെ കൂടെ ഉള്ള കണ്ടന്റ് അല്ലേ ഉണ്ടായിരുന്നു. ഗബ്രിയുടെ കണ്ടന്റ് മാത്രമല്ല, അവിടെ കണ്ടന്റ് ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ജാസ്മിൻ, വേറെ ആരുമല്ല. എല്ലാവർക്കും പുള്ളിക്കാരിനെ പറയാനുണ്ടായിരുന്നുണ്ട് അങ്ങനെ കണ്ടന്റ് ആയിട്ട് അല്ലെ, മറ്റുള്ളവർക്കും കൂടെ കണ്ടന്റ് ആയിരുന്നു. അതെ, ആര് പുറത്തിറങ്ങിയാലും ആദ്യം ചോദിക്കുന്ന ജാസ്മിന്റെ കാര്യം. ടിവിക്കാര്, ഇന്റർവ്യൂ, എല്ലായിടത്തും എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴേ ജാസ്മിന്റെ കാര്യം ആൾക്കാർ. ജാസ്മിൻ ഇല്ലാതെ സീസൺ ഇല്ല. ജാസ്മിനാണ് സീസണിന്റെ എല്ലാം. സീസൺ 6 ഞാൻ ജാസ്മിന്റെ ഫാനൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് ഞാനിത് പറയുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നത്, അതിന് അവളെന്തുവാ അവിടെ ചെയ്തത്? അവന്റെ കൂടെ ഇരിക്കുകയല്ലായിരുന്നു, അതല്ലാണ്ടൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ അവിടെ ഉള്ളവർക്കൊക്കെ അത് വെച്ചിട്ട് കണ്ടന്റ് ആക്കാനും മാത്രം അവരങ്ങോട്ടൊരു ഹിറ്റ് കോംബോ ആയല്ലോ. ലാലേട്ടൻ ആഴ്ചയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ജാസ്മിന്റെ ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെനിക്കൊരു വലിയ ഇങ്ങനെ സൈബർ അറ്റാക്ക് വരേണ്ട രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരെ ഒന്നിച്ചിരിക്കുന്നതും വർത്താനം പറഞ്ഞതൊന്നും എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. പക്ഷെ കൂടുതൽ അത് കണ്ടോണ്ടിരിക്കുമ്പോ ഒരുപാട് ക്രിഞ്ച് ആയതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ? ക്രിഞ്ച് ഇച്ചിരി ഓവറായിട്ട് തോന്നി. പക്ഷെ എന്നാലും അതൊരു വലിയ പ്രശ്നം അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു. അവർക്കറിയാം ഇതെങ്ങനെ പുറത്ത് കാണുമോ എന്താന്ന് വെച്ചാൽ അത് അവർക്കറിയാം. നമ്മളിപ്പോ അങ്ങനെ ഉണ്ടാവില്ല, അത് ഇഷ്ടമില്ല. പക്ഷെ ബാക്കി ചെയ്ത കാര്യങ്ങളെല്ലാം ആ ഒരു ഇതിൽ ഇല്ലാണ്ടാവാൻ പാടില്ല. ബാക്കി കുറെ കാര്യങ്ങൾ ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. ഞാനത് അവസാനത്തെ ചെയ്ത ഇതിന്റെ അകത്ത് പറയുകയും ചെയ്തു ഇവര്. പക്ഷെ അത് ഇപ്പൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് ആ സംഭവം ലാലേട്ടൻ ഇവരുടെ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ട് ആകപ്പാടെ അങ്ങ് തകർന്ന് തരിപ്പണായി പോയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ ഇവരുടെ ഇതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്ത്, അതായത് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആണോ മറ്റേതാണോ എന്നൊക്കെ ചോദിച്ച് ക്ലാരിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ ആ സംഭവം. ഞാൻ ഓർത്ത്
അതെ. എടാ പക്ഷെ ഒരു കാര്യമുണ്ട്, അതങ്ങനെ എനിക്കറിയാം. ഇവര് പറയുന്ന അനുസരിച്ച് അത് ഒരു നാടകം അല്ലെന്നൊക്കെ പറയും. പക്ഷെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി. അങ്ങനത്തെ അവസ്ഥകളുണ്ട്. അതില്ലാത്ത കാര്യമല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ആൾക്കാരിപ്പോ അകത്ത് പോയിട്ട് ഒരാളെ സത്യം പറഞ്ഞാൽ ഇവര് പറയുന്നത് ഇഷ്ടമല്ല, ഫ്രണ്ട്സാന്ന് പറയുന്നത്, ഇരിക്കാൻ ശ്രമിക്കുവാന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടോ. ആ സ്റ്റേറ്റ് എന്താന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അവര് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഇത് നാടകമാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒരവസ്ഥയും വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവർക്ക് തന്നെ എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു പക്ഷെ അവർക്ക് ഒന്നിച്ചിരിക്കാൻ ഇഷ്ടമാണ്, അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതിനിപ്പം ഒരു ലവ് ആണോ കല്യാണം കഴിക്കാനാണെന്ന് പറയാൻ പറ്റാത്ത, അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും എവിടെ ആണെങ്കിലും ഉണ്ടാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരിക്കലും നടക്കാത്ത സംഭവമൊന്നുമല്ല. പക്ഷെ ഇത് ബിഗ് ബോസ് ആണല്ലോ, ഇവിടെ കാണുമ്പോ ആൾക്കാർക്ക് എല്ലാം ഇവിടെ ആൾക്കാരെ കാണിക്കാനായിട്ടുള്ള പരിപാടികളാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ജാസ്മിൻ ഇപ്പം ഇങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കിയിട്ട് അത് പോസിറ്റീവ് ആവാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് പുള്ളിക്കാരി അത് മാറ്റിയിട്ടൊന്നുമില്ല. അവസാനം വരെ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു നാടകമായിട്ട് തോന്നിയില്ല. അറിയില്ല, ചിലപ്പോ മാറ്റിയിരുന്നെങ്കിൽ ആൾക്കാരുടെ മനസ്സ് മാറിയാണ്. എപ്പോഴേ അറിയില്ല. അത് ആദ്യം തൊട്ടേ പുള്ളിക്കാരോട് പറയുന്ന കാര്യമില്ലേ, ഇത് ഇവര് ഇങ്ങനെ ഇരിക്കുന്നതും ഒന്നും ഫുള്ള് നെഗറ്റീവ് ആണെന്ന് എപ്പോഴേ മനസ്സിലായ കാര്യം. നെഗറ്റീവ് ആ ഒരു കാര്യമാണ്, അത് അവരുടെ സ്ട്രാറ്റജി ആണെങ്കിൽ അവർ അപ്പോഴേ മാറ്റത്തില്ല. അത് മാറ്റിയില്ല അവസാനം വരെ, അവസാനത്തെ ദിവസം വരെ അതുപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ആൾക്കാർക്ക് പുറത്തുള്ള ഓൾറെഡി കല്യാണം ഉറപ്പിച്ചതാണ്, അങ്ങനത്തെ കേസുകളും ഒക്കെ. അത് എനിക്ക് മനസ്സിലാത്ത കാര്യം, ഈ പുറത്തെ കാര്യം എന്തിനാ ഈ ആൾക്കാരെ നോക്കുന്നത്? ഇതൊരു ഗെയിം ഷോ അല്ലേ. ഗെയിം ഷോ അത് അങ്ങനെ ഇത് കാണും. നമ്മൾ പുറത്തെ വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറയും. ഇപ്പൊ പുറത്ത് ഇവരെന്തോ കാണിച്ചെന്ന് ആർക്കറിയാം? വേറെ ആരെയും കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗറും ഒരു എന്താണ് ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറോ അങ്ങനെ എന്തല്ലേ. അപ്പൊ പുള്ളിക്കാരിയെ കുറെ പേർക്ക് അറിയാം. പുള്ളിക്കാരുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബിനകത്ത്. അങ്ങനൊക്കെ നോറയൊക്കെ വെറുതെ എല്ലാവരും കമ്പനി ആയിരുന്നു ഫ്രണ്ട് ആണെന്ന് എനിക്കറിയത്തില്ല. നോറ ഫ്രണ്ട് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. അല്ല, ഇവര് വരുന്നതിന് മുമ്പ് ജിൻഡോയും ഇവര് ജാസ്മിനും നോറയൊക്കെ കണ്ടിരുന്നു, ഒരു പ്ലാൻ ഇട്ടിരുന്നു എന്നൊക്കെയാണല്ലോ നോറ അതിന്റെ അകത്ത് പറഞ്ഞു. അതെനിക്കൊരു പിടിയില്ല, എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ആ പ്ലാനൊന്നും അകത്ത് നടന്നിട്ടില്ല. അവരെ നായം തൊട്ടേ അടിയത്. അത് ശരിയാ. അതുകൊണ്ട് അങ്ങനത്തെ പ്ലാനൊന്നും ഞാൻ കണ്ടില്ല. ഇടയ്ക്ക് നോറയായിരുന്നല്ലോ എന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറ്റിയായിരുന്നു? നോറ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തൊട്ടാലും പിടിച്ചാലും ഒക്കെ വഴക്കിടുമായിരുന്നു. എനിക്ക് ആ അരിച്ച് സംസാരിക്കുന്നത് കേട്ടത്. അതിന് ഫേവറേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഒരു കുറച്ച് ക്യൂട്ടായിട്ടുണ്ട് അത്രേ ഉള്ളൂ. ജിൻഡോ കപ്പടിച്ചതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അങ്ങനെ അറിയാം. ജിൻഡോ കപ്പടി പുള്ളി എന്താ എല്ലാവരും മണ്ടൻ എന്നൊക്കെ ഇത് കൊടുത്തിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാരും പറഞ്ഞു എല്ലാരും കൂടെ പുള്ളിയെ മണ്ടനാക്കി. അതെന്ത് പുള്ളിയെ മണ്ടനാക്കിയതല്ല, അവർക്ക് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു. ഓരോരുത്തർക്ക് ഓരോ ടാഗ് കൊടുക്കാൻ, ഓരോ പേര് കൊടുത്തിട്ട് അവിടെ ആർക്ക് കൊടുക്കും. അവിടെ ചെന്ന് നിന്നിട്ട് ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്ലോമാറ്റിക് എന്ന് ആൾക്കാർ പറയും. അല്ലെ മണ്ടെന്നൊരു ടാഗ് ആർക്കെങ്കിലും കൊടുത്ത് പറഞ്ഞു എല്ലാരും കൂടെ അതിനെ മണ്ടനാക്കി അങ്ങനെ പറയും. എടാ അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തേ പറ്റൂ. അതെ, അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു ടാസ്ക് കൊടുക്കും, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തേ പറ്റൂ. അവിടെ ഏറ്റവും കൂടുതൽ മണ്ടത്തരം ആ സമയത്ത് ചെയ്തോണ്ടിരുന്നത് ജിൻഡോ ആണ്. അതുകൊണ്ട് എല്ലാരും കൂടെ ജിൻഡോയ്ക്ക് കൊണ്ട് കൊടുത്തു. അല്ലാതെ എല്ലാരും കൂടെ പുള്ളിയെ മണ്ടാന്ന് വിളിച്ചോണ്ടിരുന്നൊന്നുമല്ല. പിന്നെ പുള്ളി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മണ്ടത്തരം കാണിക്കുമായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞതാണ്. അല്ലാതെ അതിനകത്ത് കാര്യമില്ലെന്നല്ല, അതിനകത്ത് നല്ല കാര്യമുണ്ട്. പുള്ളി പലതും അവിടെ കണ്ടാലേ അറിയാം. അതൊക്കെ പക്ഷെ പുള്ളിയുടെ ഒരു ആക്ട് ആയിരുന്നു. അതെ, ആക്ട് ആവും. അങ്ങനെ നമ്മൾ മണ്ടനായിട്ട് ആക്ട് ചെയ്യുമ്പോ മണ്ടെന്ന് വിളി വരും. എന്നിട്ട് അത് പറഞ്ഞ അയ്യോ എന്നെ മണ്ടെന്ന് വിളിച്ചത് കരയാൻ പാടില്ല. പിന്നെ മണ്ടനായിട്ട് അഭിനയിച്ചാ പിന്നെ മണ്ടെന്ന് വിളി വരത്തില്ലേ? അതൊന്നും പക്ഷെ ആൾക്കാർ അതൊരു മോട്ടിവേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു, ഇത്തരം തവണ തോറ്റിട്ടും പിന്നെയും പുള്ളി മത്സരിച്ച് ജയിച്ചു. അതുപോലെ ജിൻഡോയെയും ഒരു എന്താ പറയുന്നത് മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ ആൾക്കാരെ വിളിച്ച് കളിയാക്കി. എല്ലാവരും ചവിട്ടി താഴ്ത്തിയിട്ടും ഇവൻ
ഉയർന്നു വന്നു. KGF-ലെ മറ്റേ ഡയലോഗൊക്കെ എടുത്തിട്ട് ഇത് ഡയമണ്ട് ആയിരുന്നു എന്ന് വരുന്നു, സ്വർണ്ണമായിരുന്നു പിന്നെ കുപ്പയിലോട്ട് കളഞ്ഞു എന്നോ തകരപ്പെട്ടിയിൽ ഇട്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ അതുപോലെ. അതാ എവിടെ പറഞ്ഞത്. തിരിഞ്ഞാലും ഇപ്പൊ ഫുൾ മോട്ടിവേഷൻ ആണ്. ജിൻഡോ മോട്ടിവേഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതേ പറഞ്ഞ ആൾക്കാർ ചുമ്മാ ആരേലും എവിടെയും അല്ല എന്തെങ്കിലും ഒന്ന് ഒറ്റപ്പെട്ട് ഒരു സമയം കണ്ടാൽ അല്ല ആരേലും കുറെ പേര് ചേർന്ന ഒരാളെ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ഉടനെ അതെടുത്ത് അവരെ ഒറ്റപ്പെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങും. പിന്നെ എല്ലാവരും കൂടെ ഒരാൾക്കങ്ങ് വോട്ട് ചെയ്യും. അതാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു മെയിൻ കാര്യം. അതിനകത്ത് അത് അതേ ടാക്ടിക്സ് ആയിരുന്നു ജിൻഡോയുടെ ഗുരുവായ രജിത് പക്ഷെ സാർ രജിത് സാറ് ചെയ്തിരുന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് കുറെ കാര്യങ്ങൾ പുള്ളിക്ക് ഉണ്ടെന്ന് പറയാം. പുള്ളി പക്ഷെ ഒരു മണ്ടൻ എന്നുള്ള ടാഗ് വിളിക്കാനും മാത്രമുള്ളതല്ലേ, പുള്ളി വേറൊരു രീതിയിലുള്ള പരിപാടികൾ. പുള്ളി മണ്ടനല്ല, പുള്ളി നല്ല ബുദ്ധിമാനായിരുന്നു. പുള്ളി കാരണം ജിൻഡോ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി അവിടെ ജിൻഡോ കുറെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ടാസ്ക് എല്ലാവരും അത് പറഞ്ഞത്. അത് കാണുന്ന ആർക്കാണേലും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടല്ലല്ലോ രജിത് സാറിനെ പക്ഷെ എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷെ അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. രജിത് സാർ പുള്ളി ജസ്റ്റ് ചുമ്മാ വാ തുറന്ന കള്ളത്തരം പറയുന്നില്ല. പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ജെന്യൂൻ ആയി തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. ഇതെന്തോ ഇത് വാ തുറന്ന കള്ളത്തരം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതേ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരാളുമായിട്ട് വഴക്ക് വിട്ടു. പുള്ളിക്ക് ജിൻഡോ ഭയങ്കര ഫേവറേറ്റ് ആണ് പുള്ളിക്ക്. അപ്പൊ ഞാന് പറഞ്ഞു ഇത് വാർത്ത കള്ളത്തരം മാത്രമേ പറഞ്ഞു ഞാൻ കണ്ടുള്ളൂ. ഞാൻ കണ്ടത്രയും വരെ ഞാനൊരു 32 എപ്പിസോഡ് വരെ തന്നെ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. അപ്പൊ അത്രയും കണ്ടത്ര അതിൻ്റെ അകത്ത് പുള്ളി ക്യാമറ ഉണ്ട്, എല്ലാരും കാണുന്നുണ്ട് എന്നുള്ളത് പോലും നോക്കാണ്ട് പച്ചയ്ക്ക് കള്ളം പറയുന്ന പരിപാടികളായിരുന്നു പുള്ളി അവിടെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ എന്തോരം കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ആ മറ്റേ ഉറങ്ങുന്ന കാര്യമാണെങ്കിലും പല പല കാര്യങ്ങളും കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തോ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പിന്നെയും എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇപ്പം ഫിനാലെ വരെ എത്താനുള്ള ഒരു ഇതൊക്കെ പുള്ളിക്ക് ഉണ്ട്, അതെ, അങ്ങനെ വേണം പറയാൻ. പുള്ളി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അത് ശരിയാ. അവിടെ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ ഇപ്പം കഴിഞ്ഞ സീസണിൽ അതിന് മുന്നത്തെ സീസണിലൊക്കെ ആയിരുന്നു ജിൻഡോ ഉണ്ടായിരുന്നെങ്കിൽ ഫിനാലയിൽ എത്തുമായിരുന്നു. 4 വന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ചിലപ്പോ ഒരു 3-4 ആഴ്ചക്കുള്ളിൽ പുള്ളി പുറത്തു പോയായിരുന്നു. കാരണം അവിടെ എല്ലാവരും എടുത്തിട്ട് കൊടുത്തത്. സീസൺ 5 എനിക്ക് അറിഞ്ഞു അഖിൽമാരൊക്കെ ഉണ്ട്, നല്ല പുള്ളി തന്നെ നല്ലത് കൊടുത്തരും, അത് വേറെ കാര്യം. പക്ഷെ സീസൺ 5 എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്താണേലും ഫെയർ ആയിട്ട് തോന്നില്ല. ആൾക്കാര് പറയുന്നത് എങ്ങനെയാണ് ജിൻഡപ്പൻ ജയിക്കണമായിരുന്നു. ജാസ്മിന് അവസാനം ഗബ്രി വന്നു കഴിഞ്ഞിട്ട് പണിപാളിയതാണെന്ന് ഞാനിങ്ങനെ കണ്ടായിരുന്നു. ഗബ്രി അവസാനം വന്ന് ഉള്ള വോട്ടും കൂടെ എല്ലാം കൂടെ തൊലച്ചു കളഞ്ഞു. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എനിക്കും തോന്നി അവസാനത്തെ രണ്ട് എപ്പിസോഡ് ഇവര് കയറി കഴിഞ്ഞുള്ള റീ എൻട്രി കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് കുറച്ച് കുറപ്പില്ലായിരുന്നു. പക്ഷെ പുള്ളി എന്നാ പറയുന്നത് മറ്റേ ഗബ്രീനെ തന്നെ കുറ്റം പറയാനും പറ്റില്ല. മറ്റേ ജാസ്മിന് പെട്ടെന്ന് ഗബ്രിയെ കണ്ടപ്പോ പിന്നെ ഗബ്രിയുടെ പുറകെ തന്നെ അത് രണ്ടോട് ഇരിക്കുന്ന കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അതിന്റെ ഇടയ്ക്ക് പുള്ളിയുടെ തോളെ ചാരി എന്നുള്ള പാട്ട് അതോടെ കണ്ടാൽ എനിക്ക് വോട്ട് വാങ്ങുന്നത്. ഞാൻ സംസാരിച്ച ആള് പറഞ്ഞത് എന്താ അവസാനത്തെ ദിവസമായിട്ടെങ്കിൽ ഇവനൊന്ന് വെറുതെ വിട്ടുകൂടായിരുന്നു, ഇത്തിരി സമാധാനം കൊടുത്തുകൂടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇപ്പം സെക്കൻഡെങ്കിലും ആയായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞു. സെക്കൻഡ് അർജുനല്ലേ? എനിക്കും തോന്നി അവസാനത്തെ ദിവസം കൊണ്ട് കലോട്. പക്ഷെ പിന്നെ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. അർജുൻ വിന്നർ ആവുന്നതിനെ കുറിച്ച് ആൾക്കാര് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയില്ല. അർജുൻ സെക്കൻഡ് ആയതിന് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നി. ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നുന്നു. അർജുൻ സെക്കൻഡ് അർജുൻ ഒരിക്കലും സെക്കൻഡ് തേർഡ് ഓക്കെ പിന്നെ സമ്മതിക്കുക, അത് ഫൈനൽ വരെ എത്തിയോണ്ട്. അർജുൻ അത്രയും നാളും മീൻസ് ഞാൻ പറഞ്ഞിട്ട് അർജുൻ കയറി വന്നത് അവസാനത്തെ മറ്റേ നോറയായിട്ട് അഭിനയിച്ച ടാസ്ക്, അതുകൊണ്ട് മാത്രം എനിക്കൊന്നും മറ്റേ അവസാനം കയറി പോലെ എനിക്ക് തോന്നിയത് അത്രയും. പക്ഷെ എനിക്കറിയില്ല അതുവരെ പുള്ളി അവിടെ ഉണ്ടെന്ന് പോലും അങ്ങനെ അറിയാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലുക്സ് കൊടുക്കുന്നില്ലാതെ ഒരു എന്താ പറയുന്നത് അങ്ങനെ ശരിക്കും തുറന്നൊന്നും പറയുന്ന പോലെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ പറയുന്നല്ലാതെ
പിന്നെ ഇങ്ങനെ ടാസ്ക് ഒക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നീളത്തിയിരിക്കുന്നോണ്ട് എല്ലാവരും ശ്രദ്ധിക്കും, എനിക്കറിയില്ല. പുള്ളി ആ ക്ലാസ്സിലും എന്താ പറയുന്ന ഒരു അതുപോലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ എനിക്ക് ആൾക്കാർ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഫേക്ക് ആയിരുന്നു എന്നൊക്കെ പറയുന്നൊക്കെ എനിക്ക് കേട്ടു. പക്ഷെ അത് എനിക്ക് തോന്നിയില്ല. കാര്യം ഫേക്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഫേക്ക് ആ ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് അതുപോലെ പുള്ളി എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ആ കൂടുതൽ ആ എഫേർട്ട് എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി. അത് ഫൈനലിൽ വരാൻ ബിഗ് വേണ്ടി ബോസ് ആണല്ലോ, അപ്പൊ നമുക്കത് പറയണമല്ലോ. അതാ അപ്പൊ പറഞ്ഞത്. അല്ല ഉണ്ടാവുന്ന പറഞ്ഞിട്ടും നമ്മളിപ്പോ കാര്യം. അങ്ങനെയല്ല ഇപ്പൊ പുള്ളി കിട്ടിയോണ്ട് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പുള്ളിയെ അല്ല പറയുന്നത്. ഇത് പറയുന്നത് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച്. അൺഫെയർ ആണെന്ന് തോന്നിയത് പുള്ളിക്ക് കിട്ടിയാലോ അങ്ങനൊന്നും അല്ല. പുള്ളി കിട്ടിയൊന്നും നല്ലത്. പക്ഷെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആൾക്കാർ ചുമ്മാ ഈ ലുക്കും ക്യൂട്ട്നെസ്സും കണ്ട് വോട്ട്. മറ്റേ ഈ എപ്പിസോഡ് അവസാനത്തെ ഫൈനാലെ എപ്പിസോഡിൽ കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ശ്രീധുവിന് 3 ആഴ്ച അടുപ്പിച്ച് പുള്ളിക്കാരിക്കായിരുന്നു വോട്ട്സ് കൂടുതൽ. എന്ത് കാണിച്ചിട്ട് അവിടെ എന്ത് കാണിച്ചു? ശ്രീധു എന്ന് പറഞ്ഞാൽ അർജുൻ്റെ അത്രയും പോലും ഇല്ലെന്നുള്ളതാണ്. ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇങ്ങനെ ക്യൂട്ട്നെസ് വായി കയറുക. എനിക്കറിയില്ല, എനിക്ക് അവിടെ ഒന്നും ചെയ്തതായിട്ട് തോന്നിയില്ല. അത് ബാക്കി ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് ഔട്ടായവർക്കും അത് അൺഫെയർ ആണ്. അത് അപ്സരയൊക്കെ നേരത്തെ പോയായിരുന്നു. അപ്സര നേരത്തെ പോയി. പക്ഷെ എനിക്ക് എല്ലാവരും പറയും അപ്സര ഫൈനലിൽ വേണമെന്ന്. പക്ഷെ എനിക്ക് അപ്സര അത്ര ഒരു എനിക്ക് ഭയങ്കര ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഗെയിമർ എന്നല്ല, എനിക്ക് എന്തോ പുള്ളിക്കാരിയായിട്ട് ഒരു കണക്ഷൻ ഇല്ല. എന്തോ എനിക്കൊട്ടും ഞാൻ വോട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അപ്സരയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യത്തില്ല. എനിക്കൊരിക്കലും വോട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്സരയായിട്ട്. അതുകൊണ്ട് എനിക്കറിയില്ല. ജാസ്മിൻ അല്ലാണ്ട് വേറെ ആർക്കാണ് വോട്ട് ചെയ്യാനായിട്ട് തോന്നിയത്? ജാസ്മിൻ അല്ലാണ്ട് വേറെ ജിൻഡോ എനിക്ക് ഇല്ല. ജിൻഡോ പറ്റില്ല. ജിൻഡോ ചില സമയത്ത് തോന്നും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യും. ചില സമയത്ത് പുള്ളി ജെന്യുവൻ ആയിട്ടുള്ള സമയത്ത്. അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടായിരുന്നു മറ്റേ സിബിനൊക്കെ കയറിയ സമയത്ത് പുള്ളി അവരുടെ ഒരു പപ്പറ്റ് പോലെയായിരുന്നു. അവരെന്ത് പറയുന്നു അത് ചെയ്യുക, അതിന്റെ പുറകെ നടക്കുക. അങ്ങനെ സിബിൻ അവര് ഉണ്ടായിരുന്നെങ്കിൽ പവർ ടീം ആയപ്പോ അല്ലേ? സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ എന്താ ജിൻഡോ ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഫൈനലിൽ എത്തുമായിരുന്നു. കാരണം സിബിൻ പുള്ളി ഒരു പപ്പറ്റാക്കി. ഏറ്റവും കൂടുതൽ എനിക്ക് പുള്ളിക്ക് ആ സമയം ഭയങ്കര ഹെയ്റ്റ് വന്നു ആർക്ക് ജിൻഡോയ്ക്ക്. പുള്ളി ഒരു പപ്പറ്റായിട്ട് എന്തൊക്കെയോ ചെയ്തു. അവര് കാരണമാണല്ലോ ക്യാപ്റ്റൻ ആയത് അന്നേരം. അപ്പൊ പുള്ളി അവർക്ക് വാക്ക് കൊടുത്തായിരുന്നില്ല, നിങ്ങൾ പറയുന്നെല്ലാം ചെയ്തോളാം എന്നുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പോലെ. അപ്പൊ അതൊരിക്കലും ഒരു വിന്നറിന് പറ്റിയൊരു ഇതല്ല. പിന്നെ വേറെ ആർക്ക് വോട്ട് ചെയ്യും? എനിക്കവിടെ ജാസ്മിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളൂ. വേറെ ആർക്കാ പിന്നെ ഒട്ടും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരേ ഉള്ളായിരുന്നു. ആരറിയോ? ഫൈനൽ 5 ഒരാള് ആരാ? ഋഷിയാണ്. ഋഷിയൊന്നുമല്ല, പിന്നെ അഭിഷേക് ശ്രീകുമാർ. ഓ, അഭിഷേക് ശ്രീ. പുള്ളി അവിടെ ഓ, അവൻ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് പുള്ളി വന്നു കയറിയപ്പോ 2 ഡയലോഗ് അടിച്ച് പിന്നെ അവിടെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ആ മറ്റേ മഞ്ഞ ബീൻ ബാഗിൽ ഇരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ വല്ലപ്പോഴും അവിടെ എന്തൊക്കെയോ പറയും. എനിക്കറിഞ്ഞൂടാ. പുള്ളി അവസാനം എത്തിയത് വന്ന വയൽക്കാടിലെ പുള്ളി മാത്രമേ നിന്നുള്ളൂ. സീക്രട്ട് ഏജന്റ് ഒക്കെ അകത്ത് കയറിയിട്ട് പിന്നെ പുള്ളി അകത്ത് കേറിയിട്ട് ശശിയായി. കുറിച്ച് പറയാതിരിക്കും. അത് വന്നതും പോയതൊക്കെ എന്തിനാണ് ദൈവത്തിനറിയാം. അത് കാണാനായിട്ട് പറ്റിയില്ല. കാണാതിരിക്കാതല്ലോ. അതൊരു കണക്കിനാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ അവന്റെ വല്ലാണ്ടുള്ള കാറിലൊക്കെ ഇരുന്നുള്ള വീഡിയോകളൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിന്റെയൊക്കെ താഴെ ഇപ്പൊ പുള്ളി എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളി ബിഗ് ബോസ് വന്ന പിന്നെ എന്തൊരു ബോറായിരുന്നു അറിയോ. പുള്ളിയുടെ വർത്താനം, പുള്ളിയുടെ ആ ഒരു ഗ്രൂപ്പ് ചേർന്നുള്ള വർത്താനം, ഫുൾ ടൈമുള്ള ഡിസ്കഷൻ ഒക്കെ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആ എപ്പിസോഡ് പുള്ളി കാണിക്കരുതേന്നായിരുന്നു. ഭയങ്കര ബോറിംഗ്. ആ എപ്പിസോഡ് ഫുള്ള് ബോറാവും പുള്ളി ഉണ്ടെങ്കിൽ. അതും ഞാൻ സംസാരിച്ച ആൾക്കാർ അതും ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി വന്ന ഉടനെ പണപ്പെട്ടി എടുത്തു, അതിൽ ആവശ്യമുള്ള മറ്റുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചൊക്കെ അവർക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് വേണമായിരുന്നു അവനത് എടുക്കാനായിട്ട്. ഇത് വന്ന ഉടനെ തന്നെ എടുത്തു എന്നുള്ള രീതിയിൽ.
പുള്ളി വെയിറ്റ് ചെയ്തില്ല. ഋഷിക്കൊക്കെ വീടില്ല, അപ്പം ഋഷിക്കൊക്കെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവൻ അതിനുള്ള പക്ഷെ ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം, പിന്നെ ഇതൊരു ഗെയിമാണ്. അതിപ്പോ നമ്മൾ വേറെ ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനല്ലോ ആണ് എല്ലാവരും വന്നിരിക്കും. പക്ഷെ അവൻ ആ നന്ദനയ്ക്ക് കൊണ്ട് കൊടുത്തു, അതാണ് പറയുന്നത്. മനസ്സിലായി, അവൻ അത് എടുക്കുന്നതിന് പകരം ആ പൈസ കൊണ്ട് നന്ദനയ്ക്ക് കൊണ്ട് കൊടുത്തു എന്ന് വീടുണ്ടാക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞു. നന്ദനയ്ക്കൊന്നും കൊടുക്കുന്നില്ല. നന്ദന അതിന് മുമ്പ് ഔട്ടായി. നന്ദന ഔട്ടായപ്പോഴെന്തോ അല്ല, പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ ഇവരെല്ലാം കൂടെ ആദ്യം ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അവര് സിജോയും സായും ഇവരാണല്ലോ വലിയച്ഛന്മാരായിരുന്നല്ലോ. നന്ദുട്ടിയുടെ അനിയത്തിക്കുട്ടിയായിരുന്നു നന്ദന. അങ്ങനെ പറഞ്ഞിട്ടാ മതി, വെറുപ്പിച്ച് കൊന്ന്. അപ്പം അനിയത്തിക്കുട്ടിക്ക് പടപ്പെട്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരിരുന്നത്. അപ്പൊ പക്ഷെ അനിയത്തിക്കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. ഇല്ല, അനിയത്തിക്കുട്ടി അതിന്റെ ഔട്ടായി പോയി അതിന് മുമ്പ് തന്നെ. എന്നിട്ട് സായി എന്നിട്ട് അവസാനം എനിക്ക് തോന്നുന്നു അവള് പോകുന്നതിന് മുമ്പ് എന്തോ പൈസ തരാൻ എന്താ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ അറിഞ്ഞു എന്തോ സീക്രട്ട് കുഷി പറഞ്ഞു കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നായിരുന്നു, പിന്നെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഇവൻ പൈസ എടുത്തത് നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പുറത്തു പോയി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു എന്തോ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട്. നന്ദനയ്ക്ക് വേണേ പൈസ നന്ദനയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ, നന്ദന പിന്നെ അല്ലാതെ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ കൊടുത്തില്ലേ? നന്ദനയ്ക്ക് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നന്ദനയ്ക്ക് ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത നന്ദന തന്നെ ഇങ്ങനെ എന്ന് പറയുന്നത്. അവൻ കൊടുത്തില്ല, ഞാൻ കൊടുത്തു എന്ന് ഓർത്തോണ്ടിരുന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാണെന്ന് നന്ദനയ്ക്ക് കൊടുക്കുമല്ലോ, നന്ദനയ്ക്ക് വീടില്ലല്ലോ. അവൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. പക്ഷെ നന്ദുട്ടിക്ക് ഒരു വീട് എന്നായിരുന്നു. അതാ ആൾക്കാര് പറഞ്ഞോണ്ടിരുന്നത്, നന്ദുട്ടിക്ക് ഒരു ഭവന പദ്ധതി എന്നുള്ള രീതിയിലാണ് അവര് വെച്ചോണ്ടിരുന്നത്. പക്ഷേ വന്നപ്പോഴേ എടുത്തോണ്ട് ഓടി. പുള്ളി അങ്ങനെ പല കാര്യങ്ങളും കോളമാക്കിയിട്ടുണ്ടെന്നേ, പല ടാസ്കിൽ ചുമ്മാ ഗ്രൂപ്പ് കളിച്ച് കോളമാക്കി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇറങ്ങിപ്പോയി. എന്തിനു വന്നോ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ഇത്രയും ഞാൻ പറയട്ടെ, ഇത്രയും സീസണിൽ ഇത്രയും ബോറടിച്ച ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് വേറെ ആൾ തോന്നിയിട്ടില്ല. പുള്ളിയാണ് ഏറ്റവും വലിയ ബോറടിച്ച കണ്ടസ്റ്റന്റ്. എനിക്ക് ബോറടിപ്പിച്ച കണ്ടസ്റ്റന്റ് ഭയങ്കര ബോറ്. ശ്രീ വന്നാൽ തന്നെ ബോറടിയ. വരാറുണ്ടായിരുന്നു. നന്ദുട്ടിയുടെ മറ്റേ ഇവര് അവസാനം കാണിക്കാനൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് ഇവരെ മൂന്നേരം കാണിച്ചോണ്ടിരുന്നത്. അനിയത്തിയും 2 ചേട്ടന്മാരുടെ കളി ഇതായിരുന്നു കാണിച്ചോണ്ടിരുന്നത്. വേറൊന്നും കണ്ടന്റ് ഇല്ലായിരുന്നല്ലോ. അവസാനത്തെ ഒന്നും ഇല്ലായിരുന്നു അവസാനം. കാരണം എല്ലാവരും അവിടെ ഇവിടെ ഇരിക്കുക വർത്തമാനം പറയാതല്ലേ, അത് അവസാനം ഒന്നും ഇല്ലായിരുന്നു. ജാസ്മിനും ജിൻഡോയും ഒക്കെ ആദ്യത്തെ എനിക്കൊന്ന് കുറച്ച് കുറവാള് കളിച്ച്, പിന്നെ അവസാനം അവരധികം ഇതില്ല, എന്താ പറയുന്നത്, ഗെയിം ഒന്നും പിന്നെ ഇല്ലാണ്ടായി. പിന്നെ എല്ലാവരും അവിടെ ചുമ്മാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും കാണിക്കാനില്ല. ഇവരുടെ 3 പേരുടെ ഇതേ കാണിക്കാവുള്ളൂ. അതുകൊണ്ട് അത് കണ്ട് മടുത്ത അവസാനം ഇറങ്ങിപ്പോയപ്പോ സമാധാനമായി. പിന്നെ ബാക്കി കാണണ്ടല്ലോ. പിന്നെ എനിക്ക് പിന്നെ എനിക്ക് അവസാനം മറ്റേ ശ്രീധുവിനെക്കാട്ടിലും എനിക്ക് അവസാനം വരെ നിൽക്കണമെന്ന് തോന്നിയത് നമ്മുടെ നോറയായിരുന്നു. നോറ എന്തോരം കുറെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരച്ചിൽ കൂടുതലായിരുന്നു. പക്ഷെ എന്നാലും പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും എതിർക്കുകയും വാ തുറന്ന് കുറെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോറയ്ക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടായിരുന്നു ഫൈനലിലെത്താൻ. കൺഫെഷൻ റൂം ഏറ്റവും ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചത് നോറയായിരിക്കും. അവിടെ വന്നിരുന്നത് ബിഗ് ബോസിന്റെ അടുത്ത് കഥ പറയാം. ബിഗ് ബോസിന്റെ അടുത്തല്ല, നാട്ടുകാരുടെ അടുത്താണ് പറയുന്നത്. പക്ഷെ എന്ത് കഥ പറഞ്ഞോണ്ടിരിക്കും. ഇത് എന്തോ പറയുന്നത്. നോറ പക്ഷെ ഫൈനൽ 5 പോലും വന്നില്ലല്ലേ, മുമ്പേ പുറത്തായി. ശ്രീധുവിന് മുന്നേ ഔട്ടായി. ശ്രീധുവിന് വരെ നോറ പറഞ്ഞായിരുന്നു. സിജോയ്ക്ക് മുന്നേ സിജോയ് നോറയൊക്കെ സെയിം വീക്കിൽ ഔട്ടായി. സിജോ വന്നു കഴിഞ്ഞിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് ഔട്ടായിരുന്നു. എന്തോ തീപ്പൊരിയാവുന്നു, കാട്ടുതീയാവുന്നു എന്താ പറയുക. അത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല അതിന് വേണ്ടി. കാട്ടുതീ അത് പറയുന്നതല്ല, അത്
പുള്ളി ഒന്നും ചെയ്യാൻ പുള്ളി എനിക്കത് വയ്യ, അതാണ് ഒന്നാമത്തെ കാര്യം. പുള്ളിയുടെ എനിക്കൊന്നും ആ ഇപ്പം ജോ ഞാന് എപ്പോഴും വയ്യ, മിണ്ടാൻ വയ്യ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഡയലോഗ് അല്ലാതെ ഒന്നും ഇല്ല. പുള്ളിക്കൊന്നും ഉം, പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കറിയില്ല. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പോലെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ താടിയുടെ ഇവിടെ ഇങ്ങനെ തടവിയിട്ടുണ്ടോ ഇങ്ങനെ പറയുന്നു. എന്തോ ഇനി എന്തോ ഓപ്പറേഷൻ അതൊരു ആണെന്ന് പറഞ്ഞു, എവിടെ പറഞ്ഞു. ഉഫ്, എന്തോ ഈ സമയത്ത് ഞാൻ റോക്കി ബായിനെ ഒന്ന് സ്മരിക്കുകയാണ്. സ്മരിക്കുകയാണ്. അത് റോക്കി ബായ്, എന്റെ ദൈവം, ഇതുപോലൊരു കണ്ടസ്റ്റന്റ്. KGF ആണെന്ന് വിചാരിച്ചാണ് പുള്ളി പിടിച്ചിട്ട് അങ്ങ് പോയി. പുള്ളി അവസാനം വരെ വായിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മറ്റേ പുറത്തിറങ്ങിയിട്ടാണേലും പുള്ളിയുടെ ഇതിനകത്ത് ലൈവിലൊക്കെ എന്തൊക്കെയോ പറയുന്നത്. പുള്ളി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളി അവിടെ നിന്ന് പുറത്താക്കിയത് എനിക്കറിയണം. പുള്ളിക്ക് എന്താ ഇപ്പോഴും മനസ്സിലാവാത്തത്. എന്നെ ഫൈനലിൽ വിളിക്കുമായിരിക്കും, വിളിച്ചില്ലെന്ന് എന്തൊക്കെയോ. ആര് വിളിച്ചു അവിടെ നിന്ന് റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിട്ട് ആരെങ്കിലും തിരിച്ചു വിളിക്കും. ഞാൻ തന്നെ വിളിക്കുക. എന്നിട്ട് പിന്നെയും വിളിക്കുന്നു, വൈൽഡ് കാർഡായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോ പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ കരഞ്ഞത് അതുകൊണ്ട് പുറത്താക്കിയതിന്റെ ഇതിലല്ല, മറ്റേ സിജോയുടെ കുടുംബത്തെ ഓർത്താണ് കരഞ്ഞത്. അതങ്ങനെ കരഞ്ഞ മെഴുകുമായിരുന്നു. എന്നിട്ട് കരഞ്ഞ് അയ്യോ എന്റെ പോയിട്ട്. എന്റെ ഒരു ഇതിൽ സിജോ സത്യം പറഞ്ഞ ഈ പുള്ളി സിജോ മറ്റേ ക്യാമറ നോക്കിയിട്ട് എനിക്കൊരു കുഴപ്പം, എനിക്ക് പുള്ളിയോടൊരു പ്രശ്നമില്ല, ഞാൻ ഇപ്പോഴും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഐ ലവ് യു എന്നോ എന്താ പറഞ്ഞായിരുന്നു. അതിന് വരെ കൊണ്ട് കേസ് കൊടുത്താൽ കുറച്ച് കാശെങ്കിലും കിട്ടി ഒരാളെ അടിച്ചതിന്. കേസ് അതെ, ഇവൻ കൊടുത്ത കോടീശ്വരനാണ്. അതെ, അവരോടൊക്കെ എന്തിനാ ക്ഷമിക്കുന്നത്? നാട്ടുകാരെ പേടിച്ചായിരിക്കൂടാ. പുറത്ത് എങ്ങനെ ഇവന് സപ്പോർട്ട് ഉണ്ടെന്ന് എങ്ങനെയാന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ ആൾക്കാരല്ലേ, ഇവൻ പോയി പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണെന്ന് അന്നേരം തന്നെ പറയുന്നുണ്ടായിരുന്നു. റോക്കി ബായിനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ്. ശരിക്കും ഒരാളെ മോന്തയ്ക്ക് അടിച്ചാൽ പിന്നെ ക്ഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, നേരെ പോയി കേസ് കൊടുത്ത് കിട്ടാതെ പൈസ. ആരാണ്ട് പോയി കേസ് കൊടുത്തായിരുന്നു. അത് പിന്നെ എന്തായെന്ന് അറിഞ്ഞോളൂ. ബിഗ് ബോസിനെതിരെ ചേർത്തായതുകൊണ്ട് പിന്നെ അറിഞ്ഞിട്ടില്ല. സിബിന്റെ അതെ, ഞാനത് കണ്ടപ്പോ ഞങ്ങള് ഇന്ന് പറഞ്ഞപ്പം ഞാനും UDC കുമാരിയും കൂടെ ആണ് ബിഗ് ബോസ് എപ്പിസോഡ് ചെയ്തോണ്ട്. അപ്പം ഞാന് പറഞ്ഞു ഇങ്ങനെ മെറ്റൽ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ അവസ്ഥ ഇത് ആയുഷ്കാലത്തേക്ക് ഉള്ളതാണല്ലോ ഈ പരിപാടി. അപ്പൊ അത് ബിഗ് ബോസ് വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയുമില്ല, മോന്തക്കിടിയും കിട്ടി. നഷ്ടങ്ങൾ മാത്രം. സീക്രട്ട് ഏജന്റിന് അതുപോലെ തന്നെയായിരുന്നു, ഉള്ള വില കൂടെ പോകുന്നു. 5 ലക്ഷം കിട്ടി. സിജോ മറ്റേ ആ പുള്ളിയുടെ ചേർന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ നിന്നേനെ, ഫൈനൽ വരെ വന്നേനെ. ഏജന്റിന്റെ കൂടെ ഇവർ രണ്ടുപേരും കൂടെ ചേട്ടനും മറ്റേ അനിയത്തിയും കൂടെ കളിച്ച് ആൾക്കാരെ പറഞ്ഞത് അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും 2-3 ഡയലോഗെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതൊന്നും ചെയ്യാറില്ല. ഇതിപ്പോ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മറ്റേ നമ്മുടെ തമിഴ് സീസണിലെ അർച്ചനാക്കയുടെ ഈക്വലന്റ് ആയിരുന്നു. നമ്മുടെ പാസം കൊണ്ട് പൊതിയുമായിരുന്നു സീക്രട്ട് ഏജന്റ്. അർച്ചനക്കൊക്കെ വൻ ഭേദം. അതല്ല, പുള്ളിക്കാരി ഗെയിം കളിക്കുമായിരുന്നു. ഇത് ഈ പുള്ളി ഒരു ഭയങ്കര അർച്ചനൊക്കെ പറയുന്ന കേൾക്കാൻ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വഴക്കിടുമ്പോഴൊക്കെ ആണെങ്കിലേ പിള്ളയാ വേണ്ട എന്നൊക്കെ പറയുന്നതല്ലേ. പുള്ളിക്കാരി നല്ലൊരു എന്റർടൈൻ നമുക്ക് കാണാൻ തോന്നുമായിരുന്നു അറ്റ്ലീസ്റ്റ്. ഇവൻ സായി ഇവിടെ സ്ക്രീന് വന്നാൽ പിന്നെ ബോറാണോ, ഭയങ്കര ബോർ. എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ ആളെ കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ഒരു ബോർ നേച്ചറാ പുള്ളി. വർത്തമാനം പറയുന്നതും രീതിയും കാണിക്കുന്നതും എല്ലാം ഭയങ്കര ബോറിങ്. അത് കാണാൻ തോന്നത്തില്ല നമുക്ക്, മനസ്സിലായോ? എന്ത് ചെയ്താലും ആ ഒരു ബോറിങ് ഒരു ഇതാ. അതിങ്ങനെ ഞാൻ എപ്പിസോഡൊക്കെ മിക്കവാറും യൂട്യൂബിലാണെങ്കിൽ ഓടിച്ചാണ് ഭയങ്കര ബോറിങ്. നമ്മുടെ സിബിന്റെ പുറത്ത് വന്നിട്ടുള്ള അലിഗേഷൻസിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ബിഗ് ബോസ് അകത്ത് പ്രസ് മീറ്റ് ഒന്നും കണ്ടില്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് എന്തോ കള്ളത്തിന് പറഞ്ഞല്ലോ. അവന്റെ ഇന്റർവ്യൂ, അവന്റെ മറ്റേ എന്താണ് ഇതുണ്ടല്ലോ, അവന്റെ ഒരു നേച്ചറെ എനിക്ക് എന്തോ ഒരു കള്ളം പറയുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അവന്റെ ഇന്റർവ്യൂസ്, പുറത്തിറങ്ങിയിട്ടുള്ള ഇന്റർവ്യൂസ്, മറ്റേ ഈ അഹങ്കാരത്തിന് കയ്യും കാലും വയറും വെച്ച് വന്നൊരു സ്ഥാനം പോലെ എനിക്ക് തോന്നുന്നു.
എനിക്കറിയാം, എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ പുച്ഛിക്കുക, അങ്ങനത്തെ ഒരു നേച്ചർ. വന്ന ആഴ്ച തന്നെ മറ്റേ ജാസ്മിന്റെ മണ്ടേ കയറിയിരുന്നു. 24 മണിക്കൂർ ആ ഒരു ഫുൾ ആഴ്ച ജാസ്മിന്റെ മണ്ടയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ജാസ്മിന്റെ മറ്റേ കൈ കൊണ്ട് മറ്റേ ഇത് ആംഗ്യം കാണിച്ച്, അത് കാണിച്ച് ഉം. അവസാനം സാറ്റർഡേ എപ്പിസോഡിൽ ഏതാണ്ട് വന്ന് മോഹൻലാൽ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ കാറ്റ് പോയി. അവന്റെ കാറ്റ് പോയി. ഉം. പിന്നെ അടുത്ത ദിവസം തന്നെ പുള്ളിയുടെ നാടകം തുടങ്ങി. കരച്ചിലും ബഹളവും, അതിന്റെ അടിയിൽ നിന്ന് കരയുന്നു, മൈക്ക് വലിച്ചെറിയുന്നു, ഇതെല്ലാം പൊട്ടിച്ചെറിയുന്നു, എന്തൊക്കെ പറയുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരാളെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നു? അല്ല, പക്ഷെ അത് പുള്ളി പറയുന്നത് ബിഗ് ബോസ് എന്നെ ഉറങ്ങാനൊന്നും പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാതെ ഓൾറെഡി എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ പകുതി മറന്നുപോയി. ഇതെന്താ ഇങ്ങനെ ഓൾറെഡി അവർക്ക് ഉറങ്ങാനായിട്ട് സമയം ലിമിറ്റഡ് ആണ്. പക്ഷെ അപ്പൊ അല്ലാണ്ടുള്ള ഇതിലും പുള്ളിക്ക് റെസ്റ്റ് ആവശ്യമാണെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടും എന്താ പറയുന്നത്, അവര് പ്രോപ്പറായിട്ട് ഇത് കൊടുത്തില്ല. പിന്നെ എന്തോ മരുന്ന് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അത് പുള്ളി ആദ്യം സൈക്കാട്രിക് ഡ്രഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പുള്ളി അത് എടുക്കാതിരുന്നു. പക്ഷെ എന്നിട്ട് പിന്നെ അവരത് പറഞ്ഞ് കഴിപ്പിച്ചു. അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ അങ്ങോട്ട് ആകപ്പാടെ മാനസികമായി തളർന്നു പോയത് കൊണ്ടാണ് പുള്ളി പിന്നെ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അത് അവർ ആ സിറ്റുവേഷനിലോട്ട് പുള്ളിനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളിനെ ആ സിറ്റുവേഷനിൽ എത്തിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. എന്റെ ഒരു എന്നിട്ട് അതിന് പുറമെ എന്റെ ഒരു പ്രശ്നം ഇതോളൂ, ഈ പുള്ളിയോട് മാത്രം എന്തിനാണ് അങ്ങനെ ചെയ്യണം? ഇവനാരാ ആ, അങ്ങനെയൊക്കെ ബാക്കി? ചോദിച്ചു അവിടെ ബാക്കി വന്ന 5 പേരും ഇവന്റെ കൂടെ തന്നെ വന്നവർ, ഇവർക്കാർക്കും ഈ പ്രശ്നമില്ലല്ലോ. ഇവര് മാത്രം എന്താ ഈ പ്രശ്നം? അവരാരും പുറത്ത് പറയാത്തതാണ്. ഇവരെല്ലാം പുറത്ത് വന്നിട്ട് ഇവർക്കാർക്കും അവിടെ ഒരു പ്രശ്നം. ആരും കരയുന്നതോ കരഞ്ഞ് നിലവിളിക്കുന്നതോ മൈക്ക് ഊരി വലിച്ചെറിയുന്നതോ നമ്മളാരും കണ്ടിട്ടില്ല. ആ, ശരിയാ. അവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിനെതിരെ കളിച്ചോണ്ടാണ് പുള്ളിയെ അങ്ങനെ ആക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി വരുത്തി തീർക്കുന്നത്. അത് ഉം. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ആ വന്ന ആഴ്ച ആദ്യം തൊട്ട് അവസാനം വരെ ജാസ്മിന്റെ മണ്ടേ കയറിയിരുന്ന് അവൾ പറയാവുന്ന വായി തോന്നുന്നു എല്ലാം വിളിച്ച് പറഞ്ഞിട്ട്, എല്ലാം പറഞ്ഞിട്ട് അവസാനം മിഡിൽ ഫിംഗറും കാണിച്ച്. കാണിച്ച് ലാലേട്ടനെ വായിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ കാറ്റ് വന്നിട്ട് പുള്ളി തോറ്റെന്ന് പുള്ളിക്ക് തോന്നിക്കാണും. ജാസ്മിന്റെ ഇവിടെ മുന്നിൽ റെപ്യൂട്ടേഷൻ ആകപ്പാടെ പോയി. പോയി. ജാസ്മിന്റെ മുന്നിൽ ഉം. പുള്ളി തോറ്റു. അതുകൊണ്ട് പുള്ളിക്ക് ആ നാണക്കേട് സഹിക്കാൻ വയ്യാതെ കരഞ്ഞ് നിലവിളിച്ചൊന്ന് പുറത്തിറങ്ങി കാര്യങ്ങൾ അറിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയായിട്ടാണ് എനിക്കന്ന് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ അത് നടന്നില്ല. എന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പുള്ളിയോട് മാത്രം എന്തിനു കാണിക്കണം? പുള്ളി മാത്രമല്ലല്ലോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തത്. വന്ന 5 പേരും ജാസ്മിനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. വന്ന 5 പേരും ജാസ്മിന് മറ്റേ വൃത്തിയില്ല, മറ്റേതില്ല, എന്താ കാണിക്കുന്നത്, മറ്റേ നന്ദനയൊക്കെയാണ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. മറ്റേ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു, ഓരോ ആക്ഷൻ കാണിക്കുന്നു. വന്ന 5 പേരും ഉം. ജാസ്മിനെ എന്തൊക്കെയോ, എല്ലാവരും ജാസ്മിന് എഗൻസ്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ആ ഒരാഴ്ച ഫുള്ള് എല്ലാവരും, വീട്ടുകാരും വന്നവരും പോയവരും എല്ലാവരും. ഇവനെ മാത്രം എന്തിനാ ഇവര് ശിക്ഷിക്കുന്നത്? അതാ പക്ഷെ എനിക്കറിയാത്തൊരു പുള്ളി കാര്യം. പുള്ളി ഇത് മെയിനായിട്ട് പറയുന്നത് പുള്ളിനെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി 3 ദിവസം അടച്ചിട്ടു. വീട്ടുകാരുടെ അടുത്ത് ഷിസോഫ്രീനിയ ആണെന്ന് പറഞ്ഞു. അതിനുള്ള മരുന്നാണ് പുള്ളിക്ക് ഉറക്ക ഗുളികയാണെന്നും പറഞ്ഞു കൊടുത്തത്. അത് ഇവര് മരുന്ന് കൊടുക്കുന്നത് ചുമ്മാ കവറിന്റെ അകത്ത് ഇട്ടിട്ട് ഒറിജിനൽ ഇത് പാക്കിംഗ് ഒന്നുമില്ല. അപ്പൊ എന്ത് മരുന്നാ കഴിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഉറക്ക മരുന്നാണ് കൊടുത്തത്. പിന്നെ സൈക്യാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആള് വാട്സാപ്പ് കോളിലൂടെയാണ് ഇവര് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് പുള്ളി അപ്പൊ പറയുന്നത് ഇവര് പുറത്തിറങ്ങിയിട്ടൊരു ഇതിനെ കണ്ടു, ഒരു സൈക്കോളജി എന്നൊരു കൺസൾട്ടന്റിനെ കണ്ട് ചോദിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഷിസോഫ്രീനിയ ഒക്കെ ഒരു 6 മാസത്തെ ഒബ്സർവേഷനും കൃത്യമായ ഇതിലൂടെയൊക്കെ മാത്രമേ നമ്മളത് അങ്ങനെ ഒരു ഇതാണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ചെയ്യാതെ തന്നെ പുള്ളിക്ക് ഈ മരുന്ന് കൊടുത്തു. പിന്നെ വീട്ടുകാരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു. പിന്നെ പുള്ളിയുടെ വിവരങ്ങളൊന്നും വീട്ടുകാരെ അറിയിച്ചില്ല. അതും ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുണ്ട് പുള്ളിക്ക്. അപ്പൊ പുള്ളി ചാനലിൽ വർക്ക് ചെയ്യുന്നതാന്ന് തോന്നുന്നു. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു സിബിന്റെ അടുത്ത് നിന്ന് ഉള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ. അവന്റെ കാര്യം അവന്റെ തീരുമാനമായി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് അവര് പറഞ്ഞത് എന്നൊക്കെ പുള്ളി പറയുന്നു. പിന്നെ പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ പേയ്മെന്റ് പുള്ളിക്ക് ആദ്യം കൊടുത്തില്ല. അത് പിന്നെ പുള്ളി ഇപ്പം അച്ഛന് വയ്യാതിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പേയ്മെന്റ് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ചാനൽ ഹെഡിന് ഏതാണ്ട് മെയിൽ അയച്ചിട്ടൊക്കെയാണ് പിന്നീടാണ് കൊടുത്തത്. പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡബിൾ പേയ്മെന്റ് കൊടുത്തു. അതായത് ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യം പുള്ളി പറഞ്ഞു. അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും, അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൂടുതൽ എമൗണ്ട് ഇട്ട് കൊടുത്തിട്ട്
എന്താ ഇന്റർവ്യൂസ് ഒന്നും ഇനി അറ്റൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ത്രട്ടനിങ് ആയിട്ട്, അതായത് ഇങ്ങനെ ലീഗലായിട്ട് അത് കോൺട്രാക്ട് ഉണ്ട്, കോൺട്രാക്റ്റിലൂടെ അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. പിന്നെ പുള്ളിനെ കാറിൽ ഏതാണ്ട് ഫോളോ ചെയ്തു, എന്നിട്ട് ഇവരേതാണ്ട് കോടതി കയറി, ഇപ്പൊ ഇതിനകത്തൊക്കെ കോടതി വെച്ച് കണ്ടു. ആ ഇതിനകത്തൊക്കെ സത്യം എന്താ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല. അതിപ്പോ ഇങ്ങനെ അവര് തെളിയിക്കട്ടെ അറിഞ്ഞൂടാ. പക്ഷെ പോലീസ് സ്റ്റേഷനില് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടില് പോയിട്ട് അവിടെ ഫയൽ ചെയ്യാനായിട്ട് നോക്കിയപ്പം അവിടെ എടുത്തില്ല. എന്നിട്ട് പിന്നെ അവിടുത്തെ DGPനെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങേര് പിന്നെ കേസെടുത്തു. പിന്നെ കേരളത്തിലോട്ട് ഇവിടുത്തെ DGPനെ റെഫർ ചെയ്തു എന്നൊക്കെ, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ആൾക്കാര് പറയുന്നത് സിബിൻ ഒരു കോർപ്പറേറ്റിനെതിരെ ഒരു കോമൺ മാൻ ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ ഈ സിബിൻ പറഞ്ഞു വെക്കുന്നത് ഇവര് അവിടെ ഈ എൻഡമോൺ ഷൈനൊക്കെ ഏതാണ്ട് എന്തോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ടൊക്കെ എന്തോ ടൈപ്പ് ഉണ്ട്. അപ്പം അവര് അവിടെ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഈ ഡ്രഗ് ഒക്കെ അവര് പരീക്ഷിക്കുന്നുണ്ടാവാം എന്നൊക്കെയാണ് പുള്ളിയുടെ നിഗമനങ്ങൾ. പുള്ളിക്ക് അറിയില്ല, അപ്പൊ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. അതായത് ഓവിയയുടെ ഇതുപോലെ തമിഴ് സീസണില് ഓവിയ ഒന്ന് എന്താ പറയുക ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു. അപ്പൊ അത് ഇതിന്റെ ഫലമായിട്ടാണ് എന്ന് പുള്ളിക്കാരി അവിടെ കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇതിനെതിരെ പറയുന്നവരൊക്കെ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയൂടാ. അല്ല നമുക്കറിയില്ല ഇതിന് എന്താ കാര്യം. പക്ഷെ എനിക്ക് എന്തായാലും ഞാൻ പറയല്ലേ, നമ്മള് കണ്ടെടുത്തോളൂ. ഇപ്പൊ ഷോയ്ക്കകത്ത് കണ്ട കാര്യം എനിക്കറിയില്ല. നമുക്ക് അതിന്റെ പുറകിൽ എന്തോ നമുക്കൊന്നും അറിയാം. പക്ഷെ എന്റെ ചോദ്യത്തോട് ഇവനോട് മാത്രം എന്തിനു ഇവര് ചെയ്യണം? പുള്ളി ഇപ്പൊ ഇവനെ ഇഷ്ടമില്ലാതെ കയറ്റിയല്ലോ. ഇപ്പൊ ഇവനെ കാര്യം ഇവൻ ടോപ്പായി വരാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിക്കുന്ന ആളെ ടോപ്പാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ അവനെ തളർത്തി വിടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവരാരെ വിചാരിക്കുന്നു ടോപ്പ് ആക്കണമെന്ന്? ജാസ്മിനെ ടോപ്പ് ആക്കാനാണെങ്കിൽ ആദ്യം തൊട്ട് ജാസ്മിൻ കാണിച്ച ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി പുറത്ത് വരത്തില്ല. ജാസ്മിൻ ചെരുപ്പിടാതെ ഇതൊക്കെ ആയിരുന്നല്ലോ വലിയ പ്രശ്നം. ജാസ്മിൻ ചെരുപ്പിടാതെ നടന്നോ, ജാസ്മിൻ പിന്നെ ചായക്കകത്ത് കിച്ചന്റെ അത് ബിഗ് ബോസ് കാണിച്ചില്ലായിരുന്നേ അതാരും അറിയത്തുപോലും ഇല്ലായിരുന്നു. അത് കാണിക്കുന്നു. അങ്ങനെ എല്ലാ നെഗറ്റീവ്സും, കാലിന്റെ നഖം ഇത് ചെയ്യുന്നു. അതെല്ലാം കാണിച്ചിട്ട് ജാസ്മിനെ ജയിപ്പിക്കാനാന്ന് പറഞ്ഞാല് എനിക്ക് അറിഞ്ഞൂടാ എന്താ പറയുന്നത്. ഒരാളെ ജയിപ്പിക്കാനാണെങ്കിൽ അവരുടെ പോസിറ്റീവ് അല്ലേ കാണിക്കുന്നത്, നെഗറ്റീവ് കാണിക്കുന്നു. ഇത്രയും നെഗറ്റീവ് ഒരാളെ കൊടുത്തിട്ടാണോ ഒരാളെ ജയിപ്പിക്കുന്നത്? അല്ല, ഇത് ആരാണെന്ന് പുള്ളി പറഞ്ഞു, ഞാൻ കണ്ട ഇതിന്റെ അകത്ത് പുള്ളി അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ അവർക്ക് വേണ്ട ആൾക്കാരെ ജയിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഇതൊക്കെയാണ്. അഖിൽമാരാർ വന്നിട്ട് അതിന്റെ അകത്ത് അങ്ങനെയാ പറഞ്ഞത്. പുള്ളിയുടെ സീസണിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി കൊടുത്ത ഇന്റർവ്യൂവിലെല്ലാം അതുപോലെ തന്നെ പറയുന്നത്, ജാസ്മിനെ ഫേവർ ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ മനസ്സിൽ അതാ, ജാസ്മിനുമായിട്ട് തോറ്റു, ജാസ്മിന്റെ മുമ്പിൽ തോറ്റു. എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ബിഗ് ബോസ് ജാസ്മിനെ ജയിപ്പിക്കാൻ നോക്കുന്നു, ജാസ്മിൻ ഒരു ബിഗ് ബോസ് കപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ജാസ്മിന്റെ ഈ കണ്ട നെഗറ്റീവ്സ് മൊത്തം ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ എടുത്ത് വലിയ രീതിയിൽ കാണിക്കുന്നില്ല. മനസ്സിലായോ? അതാണ് എന്നിട്ട് ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പ് ആവുകയാണ് ചെയ്തത്. അതെ, സെക്കൻഡ് റണ്ണറപ്പ് പോലും ആയില്ല. അതാ എനിക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യം. ഇവര് പറയാം ജാസ്മിനെ ഫേവർ ചെയ്തു. എന്നിട്ട് എന്ത്? ജാസ്മിനെ ഫേവർ ചെയ്യുവാണെങ്കിൽ ജാസ്മിന്റെ പോസിറ്റീവ് കാണിക്കണം, അല്ല ഉള്ള നെഗറ്റീവ് എല്ലാം കൂടെ എടുത്തിട്ട് കാണിച്ചിട്ട് ജാസ്മിനെ ഫേവർ ചെയ്തു. അന്നേരെ ഷോയ്ക്ക് കുറച്ചുകൂടെ ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. എടാ, സിബിൻ ഇപ്പൊ അവിടെ കേറിയിട്ട് ജാസ്മിനെതിരെ ഇങ്ങനെ നിൽക്കുമ്പോ സിബിൻ അവിടെ എന്താണ് ഹീറോ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ ഒരാഴ്ച. അവർക്കത് നല്ല കണ്ടന്റാ. അവരെന്തിനത് വേണ്ടെന്ന് വെക്കണം? ജാസ്മിൻ ആരെ പറഞ്ഞത്? എടാ, ജാസ്മിൻ നെഗറ്റീവും കാണിച്ച് ജാസ്മിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആള് ഹീറോയും ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ജാസ്മിനെ അല്ല ഫേവർ ചെയ്യുന്നത്. അവര് ഫേവർ ചെയ്യുന്ന ആര് കണ്ടന്റ് കൊടുക്കുന്നു അവർക്ക് ഫേവർ ചെയ്യുന്നു. അവൻ കയറി വന്ന് അവര് എല്ലാം പറഞ്ഞിട്ട് അവൻ ഹീറോ ആയിട്ട് ആൾക്കാരെല്ലാം കൂടെ സിബിൻ സൂപ്പർ ആ ഒരാഴ്ച മൊത്തം. ജാസ്മിന്റെ മണ്ടയിൽ ആര് കയറിയാലും വന്ന് അവര് സൂപ്പറാണ്. അപ്പൊ സിബിൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഹീറോ, അപ്പൊ അവൻ കൂടുതൽ കണ്ടന്റ് കൊടുക്കും. അവർക്കതല്ലേ വേണ്ടത്. എന്റെ കൂടെ അവർ ആരെന്നുള്ളതല്ല, അവർ കണ്ടന്റ് ആര് കൊടുക്കുന്നു നോക്കും.
അത് കൊടുക്കുന്ന ഒരാളുടെ എതിരെ അവരെന്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇവന്റെ അടുത്ത് മാത്രം ഇവരെന്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം? ഇവൻ അവിടെ ക്രൂവിൽ ഒരാളെ അറിയാന്ന് പറയുന്നു. അത്രയും കൂടെ അറിയേം കൂടെ ചെയ്യാമെങ്കിൽ പിന്നെ എന്തിന് ഇവന്റെ അടുത്ത് ഇത്ര കാര്യങ്ങൾ ചെയ്യണം? ചാനലിന്റെ ടോപ്പിലുള്ള 3 പേര് വന്ന് നിർബന്ധിച്ചാണ് പുള്ളിനെ കൊണ്ട് ആ ഹോട്ടൽ ഇതില് മരുന്ന് കഴിപ്പിച്ചത് എന്നൊക്കെയാണ് പുള്ളി അറിയുന്നത്. പുള്ളി അവിടെ കാണിച്ചു കൂട്ടി അതുപോലെ ഓരോന്നാണല്ലോ, അറിഞ്ഞൂടാ ഓരോരും പറഞ്ഞൂടാ. പക്ഷെ അവിടെ 10 ദിവസം കൊണ്ട് കാണിച്ചു കൂട്ടിയത് എന്തോ സത്യം. അത് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും തോന്നുന്നു എന്തോ പ്രശ്നമുണ്ട്, അവൻ എന്തോ പ്രശ്നമുണ്ട്, പുള്ളി ഡിപ്രഷനിലോ വല്ല ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ഡിപ്രഷനിലോ തോന്നുന്നു. എന്തോ വലിയ പ്രശ്നമുള്ള ഒരാളെ പോലെ പുള്ളി അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് പുള്ളി അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും അവർ എന്തെങ്കിലും ചെയ്തത്. പക്ഷെ എന്നാലും നമുക്ക് അറിയില്ല പുറയിൽ എന്ത് നടന്നു ഒന്നും അറിയില്ല. പക്ഷെ അവളകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അപ്പൊ ആര് കണ്ടാലും പുറത്താക്കാനുള്ള സകലതും പുള്ളി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ആ ഒരു ദിവസം കൊണ്ട്. അതൊക്കെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളിനെ കൊണ്ട് അങ്ങനെ പെരുമാറിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും മാനിപ്പുലേറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാനിത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഈ പണ്ട് ആൾക്കാർ പറയായിരുന്നു ബിഗ് ബോസിന്റെ മറ്റേ ഐയുടെ സാധനം ഉണ്ടല്ലോ, അത് ഇല്ലുമിനാറ്റിയുടെ ഇതാണെന്ന്. അപ്പൊ എനിക്കിതൊക്കെ കണ്ടപ്പോ അതാ ഓർത്ത്, ഈ ഡ്രഗ് വെച്ചിട്ട് പരീക്ഷിക്കുന്നു അകത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ. ഷോ തന്നെ ഒരു ഹ്യൂമൻ എക്സ്പെരിമെന്റ് ആണല്ലോ, ഒരു എക്സ്പെരിമെന്റ് ഷോ ആണല്ലോ, സൊസൈറ്റിയുടെ ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ. അതിന് പുറമെ ലിറ്ററലി എക്സ്പെരിമെന്റ് ആക്കുന്ന രീതിയിൽ ഡ്രഗ് ഒക്കെ കൊടുക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക. പക്ഷെ അവിടെ ആർക്കും എന്നും മെഡിസിൻ കൊടുക്കുന്നില്ലല്ലോ. ആ അതും ശരിയാ, അവിടെ ഒരു അസുഖം വരുമ്പോ കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഇവർക്കൊക്കെ എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ടായിരുന്നു എന്നാണ് സിബിൻ പറയുന്നത്. അതിപ്പോ ആൾക്കാർക്ക് ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ മരുന്ന് കാണുമല്ലോ. ചിലപ്പോൾ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്കാർ കാണും, എന്തെങ്കിലും അസുഖങ്ങളില്ലാത്ത ആൾക്കാരില്ല. എല്ലാവരും മരുന്നുകൾ, തൈറോയിഡിനുള്ള മരുന്നുള്ളവരാണ്, ബി പിക്കുള്ള മരുന്നുള്ളവർ കാണും, ഡയബറ്റീസ് ഉള്ള മരുന്നുകൾ. നമുക്കറിയത്തില്ല, ഇവരെ ആരും നമുക്കറിയില്ല. പേഴ്സണലായിട്ടുള്ള മെഡിക്കൽ റീസൺസ് ഉള്ള എല്ലാവർക്കും മെഡിസിൻ കാണും ഇതിലൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണുന്നല്ലാതെ അവിടെ സ്ഥിരമായിട്ട് ആർക്കും മെഡിസിൻ കൊടുക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയവര് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും പനിയോ തലവേന വല്ലതും വന്നാൽ പെയിൻ കില്ലർ വരും. ആരാ പറഞ്ഞു? നമ്മുടെ നന്ദനെ എന്നു പറഞ്ഞു. മറ്റേ ആരായിരുന്നു ഡോക്ടർ അറിയാവുന്ന? സിജോ ആണോ മെഡിക്കലായിട്ട് അറിയാം? സിജോയോ സായോ ആരോ ഇവർക്കാർക്കും മെഡിക്കലി എന്തോ ഒരു അറിവുള്ള ആൾക്കാരാ. അവരപ്പം നോക്കിയിട്ട് പറഞ്ഞു ഇത് സാറിന് ഇതിന് കൊടുക്കുന്ന മരുന്ന് നീ കഴിക്കുമെന്ന് പറഞ്ഞു. തലവേദന അതായത് പനിയായിട്ട് വന്നത് അങ്ങനത്തെ മരുന്നാ കൊടുത്തതെന്ന് പറയുന്നു. അല്ലാതെ അവർക്കൊന്നും വേറെ ഇതിനെപ്പറ്റി ഒരു അറിവില്ലെന്ന് അവർ പറയുന്നത്. ഈ സിബിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നം. ഞാനിങ്ങനെ അതിന്റെ ഈ പ്രസ് മീറ്റിന്റെ താഴെ ഒരു കമന്റിന്റെ അകത്ത് കണ്ടത്, അതായത് ഈ ഇവൻ പറയുന്ന ഒരു മരുന്നുണ്ട് ഈ ഷിസോഫ്രീനിയക്ക് കൊടുക്കുന്ന, അതിന്റെ പേര് ഞാൻ മറന്നു. അപ്പൊ അത് കൊടുത്തെന്ന് പറഞ്ഞപ്പോ ഒരാള് കമന്റ് ചെയ്തിരിക്കുന്നത് അത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും, ഒരേ മരുന്ന് തന്നെ പല ഇതിനും ട്രീറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള. അപ്പം അങ്ങനത്തെ ഇതിൽ കൊടുത്ത അത് എനിക്കും തോന്നി ചിലപ്പോ അങ്ങനെ കൊടുത്തതായിരിക്കാം. അതിനുവേണ്ടി തന്നെ അതിന്റെ വല്ല ലോ ഡോസിൽ വല്ലതും കൊടുത്തായിരിക്കും, ആന്റി ഡിപ്രസൻസില് വല്ലതും കൊടുത്തതായിരിക്കാം. അത് ഇതിനു വേണ്ടിയിട്ടും എല്ലാം ഒന്ന് റിലാക്സ് ആയി മറ്റേ അതാണല്ലോ ഇതിന്റെ മെയിൻ പരിപാടി. ഡിപ്രഷൻ ആണെങ്കിലും അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ എഫക്റ്റ് മാറി കഴിയുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നതെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അത് കണ്ടനുസരിച്ച് എനിക്ക് സിനിമ പറഞ്ഞ പുള്ളി എന്ത് പറഞ്ഞാലും എനിക്ക് കള്ളം പറഞ്ഞത് പുള്ളിയുടെ ആ ഒരാഴ്ച കൊണ്ട് തന്നെ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളിപ്പം ഒരു പ്രാവശ്യം കട്ടാ പിന്നെ പുള്ളി കള്ളനാണല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ ജിൻഡോ ഫൈനലി കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പം അടുത്ത സീസണിലേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അടുത്ത സീസണില് ഇതിലും മികച്ചതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിന്റെ എത്രയും ഇറങ്ങി കളിച്ച ഒരു കണ്ടസ്റ്റന്റ് വേറെ ഈ ബിഗ് ബോസ് ഇനി ഉണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടത് മലയാളത്തിലും ആയിക്കോട്ടെ തമിഴിലും ആയിക്കോട്ടെ, തമിഴില് അത് ശരിയാ, ഞാൻ ഇതുവരെ കണ്ടതിൽ ഇത്രയും ഇറങ്ങി ഇത്രയും ഇൻവോൾവ് ആയിട്ട് ഒരു എനിക്കറിഞ്ഞൂടെ ഇത്രയും കണ്ടന്റ് ഇത്രയും പുറത്ത് ഇത്രയും സംസാര വിഷയമായ ഒരു ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ തമിഴിലെ ബാലാജിനെ വേണേ പറയാം. പുള്ളി എല്ലാ വെള്ളിയാഴ്ച വന്ന് മാപ്പി വയ്ക്കുന്നുള്ളു. അതിനു മുമ്പ് സകല തെറ്റിത്തരവും കാണി. ഇത്രയില്ല പേഴ്സണൽ ലൈഫ് വല്ലതും അറിയോ? ഇല്ല അത് ശരിയാ. ജാസ്മിന്റെ പേഴ്സണൽ ലൈഫ്, പബ്ലിക് ലൈഫ് എല്ലാം എക്സ്പോസ്ഡ് ആയി പുറത്ത്. ജാസ്മിനെ പുറത്തിതായി.
എല്ലാവർക്കും ഉം. എല്ലാം അറിയാം ജാസ്മിനെ കുറിച്ച്, മനസ്സിലായോ? ഇത്രയും എക്സ്പോസ്ഡ് ആയ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് മാത്രമല്ല, അകത്ത് പുള്ളിക്കാരി ഭയങ്കര ഒറിജിനലായിട്ട് സകലത് ഒരു പേടിയില്ലാതെ, ഒരു ആരെയും വക വെക്കാതെ, ഒരു ഇപ്പൊ പുള്ളിക്കാരി വേണേ അകത്ത് കയറി ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ തലേ തുണി മറ്റേ ഈ ഹിജാബ് ഇട്ടിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നല്ല മാന്യമായിട്ട് നടക്കാം, ആൾക്കാർ വോട്ട് ചെയ്യും, ക്യൂട്ട് ലുക്സ് കൊടുക്കും, പുള്ളിക്കാരി കാണാനും ദിവസത്തോളം. അതുകൊണ്ട് വേണേ അങ്ങനെ വോട്ട് കിട്ടാൻ വയ്യായി ഒന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി അതും ഒന്നും നോക്കാതെ ഇറങ്ങി കളിച്ചു. ആരാന്നോ എന്താന്നോ ഏതവനാന്നോ നോക്കാതെ മുഖത്ത് നോക്കി പറയേണ്ടതെല്ലാം പറഞ്ഞ് സൂപ്പറായിട്ട് കളിച്ചു. അങ്ങനെ ഒരാൾക്ക് കപ്പ് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം. അതിന് മെയിൻ കാരണം ആ ഒരു കോംബോയാണെന്നാണ്. അതാണല്ലോ പ്രശ്നം ആൾക്കാർക്ക്. പക്ഷെ അതില്ലായിരുന്നെങ്കിൽ ആൾക്കാർക്ക് അല്ലേ? കോംബോ എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു 100,000 പ്രശ്നങ്ങൾ മറ്റേ വേറെ പറഞ്ഞിട്ടാണല്ലോ. മറ്റേ പുറത്ത് അവളാരണ്ടെ ചതിച്ചെന്നോ കല്യാണം ആ അങ്ങനെ കല്യാണം പറയുന്നത്. ഉറപ്പിച്ച ഇതിന് ആളെ മിക്കവാറും ഇത് എല്ലാരും അതാ പറയുന്നത്. ആ പുറത്താരുടെ പുറത്തെ കാര്യം നോക്കിയാണ് ഇവരകത്ത് വോട്ട് ചെയ്യുന്നത്. അത് പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, ഇതുപോലെ ശ്രീനീഷ് പേളി അവര് സീസൺ 1 ലവ് ആയിരുന്നല്ലോ. പക്ഷെ അത് നമുക്കെല്ലാം ജെന്യൂനായിട്ട് തോന്നുന്നു, ജെന്യൂൻ ആയിരുന്നു. പക്ഷെ ശ്രീനീഷിന് പുറത്ത് വേറൊരു ലവർ ഉണ്ടായിരുന്നു എന്ന് വർത്താനം ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് വലിയ കാര്യമായിട്ട് അങ്ങനെ ആരും എടുത്തില്ല, മൈൻഡ് ചെയ്തില്ല. അത് ഓൾറെഡി പോയത്. അത് ആർക്കും ഒരു വിഷയമല്ല. അന്നേരം അവർക്ക് പേളി ഇവരെ നോക്കിയാൽ മതി. അവർക്ക് അതായിരുന്നു മെയിൻ. പേളിഷായിരുന്നു അന്ന് മെയിൻ. വേറെ ആരെന്ത് പറഞ്ഞാലും ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പം ഒരു പെണ്ണായോണ്ടാണ്. അല്ല, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ ഇത്തിരി ഇത് സദാചാരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടല്ലോ. സദാചാരം വളരെ ഒത്തിരി കൂടുതലാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന, ഞാനിപ്പോ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അതിന്റെ കമന്റ്സ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ അല്ല ബാക്കിയുള്ളവർ കാണുന്നതെന്ന് മനസ്സിലാകും. അന്നേരം മനസ്സിലാവുന്ന എത്രയോ ആൾക്കാർക്ക് പല വ്യൂ പോയിന്റ് ആണ്. ഞാൻ ഇങ്ങനെ മനുഷ്യരുണ്ടോ, എന്തൊക്കെയാ പറയുന്നത്, ഒരു ഇതും ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ പറയുക. എന്തോ അതൊരു ഷോ ആണോ ഒന്നും ചിന്തിക്കുന്നില്ല, ചുമ്മാ എന്തൊക്കെയോ വിളിച്ചു പറയും. ഒരാഴ്ച തുമ്മിയേന് ആ സീസൺ മൊത്തം അതും പറഞ്ഞുകൊണ്ട് ഇതാക്കി. തുമ്മി വൃത്തിയില്ല എന്ന് പറഞ്ഞു. എത്രയോ സീസണിൽ ആരൊക്കെയോ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു. ആരെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്? ഒരാൾക്ക് ഹൈജീൻ തമിഴില് മറ്റേ ഇവരൊക്കെ ഉണ്ടായിരുന്ന ഇതായിരുന്നു മറ്റേ എന്തോ അവന്റെ പേരും മറന്നു. ആര്യയുടെ ഒക്കെ സീസൺ കഴിഞ്ഞിട്ടുള്ളതിന്റെ അകത്ത് പ്രിയങ്ക ഉണ്ടായിരുന്ന അതിന്റെ അകത്ത് അത് സീസൺ 4 ആണോ മറ്റേത്? എന്റെ സീസൺ 3 ആണ്. അല്ല, ആര്യ ഉണ്ടായിരുന്നു. 4 ആയിരുന്നു എന്റെ മനസ്സിൽ. 3 എന്താണേലും ഓക്കെ. അതെ. ഇവരെ എന്താണ് എന്താ പറയാറുണ്ട്. അതിന്റെ അകത്ത് ഇവന്മാര് വാഷ്റൂമിൽ പോയിട്ട് സീറ്റ് വൈപ്പ് ചെയ്യുന്നില്ല, ടോയ്ലറ്റ് സീറ്റ് വൈപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്യൂ ഉണ്ടാക്കിയായിരുന്നു അവിടുത്തെ പെണ്ണുങ്ങള്. അപ്പൊ അതും ഏതാണ്ട് ഏതോ ഒരെണ്ണത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നു പോലെ. നിക്സന്റെ അത് അടുത്ത തന്നെയല്ലേ? ഇത് മറ്റേ സിബി ഒക്കെ ഉണ്ടായിരുന്ന അത് പ്രിയങ്കയുടെ സീസൺ അല്ലേ, സിബി മാസ്റ്ററിന്റെ അകത്തെ. അപ്പൊ അതിന്റെ അകത്ത് അങ്ങനെ പറഞ്ഞ ഇതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു വൃത്തിയില്ലായ്മയുടെ ഇതാണല്ലോ. പക്ഷെ അതൊന്നും അവിടെ വലിയ ഇതൊന്നും ആയൊന്നുമില്ല. അത് അടുത്ത ദിവസം തന്നെ കമൽ സാറ് പോലും വന്നിട്ട് അതിനെ കുറിച്ച് വലിയായിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല. ഈ പ്രാവശ്യം എത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത് ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, തുമ്മിയിട്ടത് ഓക്കെ എല്ലാവരും കാണിച്ച് എല്ലാവരും കണ്ടു. പക്ഷെ ഇതൊക്കെ എത്രയോ പേര് കാണിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റ് എല്ലാവർക്കും പറ്റുമല്ലോ. എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വേറെ എന്തോ ഋഷി എന്തോ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തറയത് എന്തോ എടുത്ത് കഴിക്കുന്ന എടുത്തോ. പക്ഷെ അതൊന്നും ആരും ഒന്നും ശ്രദ്ധിച്ചില്ല, ജാസ്മിൻ അല്ലാത്തതുകൊണ്ട്. ഋഷിയുടെ ഞാൻ കുമാരിയുടെ കൂടെ കണ്ടോണ്ടിരിക്കുമ്പോ അവളെപ്പോഴും പറയായിരുന്നു ഋഷിയുടെ തലയിലൊക്കെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിബ്രി ഇങ്ങനെ കിടക്കുന്നു. മറ്റേ ഇതുണ്ടല്ലോ, എന്തൊക്കെയോ ഇങ്ങനെ തെർമക്കോളോ എന്തൊക്കെയോ പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു. തല പറഞ്ഞോളൂ. പക്ഷെ അതൊന്നും ആരും ചോദിക്കുന്നില്ല.
അതൊന്നും ആർക്കും ചോദിക്കേണ്ട കാര്യമില്ല. മറ്റേ അവിടുത്തെ ഏറ്റവും ജിൻഡോ വൃത്തിയില്ലാത്ത കണ്ടസ്റ്റന്റ് ജിൻഡോ ജിൻഡോ മറ്റേ പബ്ലിക് ആ ആയിട്ട് ജിൻഡോ പബ്ലിക്കായിട്ട് കട്ടർ വെളിയിടൽ. ജിൻഡോ ഷഡ്ഡി കൊണ്ടുവന്ന് മറ്റേ കിച്ചണിലും കണ്ടുകൊണ്ട് വെച്ചു പാചകത്തേര് ഇട്ട ഷഡ്ഡി. ഓ അതൊന്നും ആർക്കും ചോദിക്കണ്ട. ജിൻഡോ അതിന്റെ ഇടയ്ക്ക് അതിനൊക്കെ ഒത്തിരി മുമ്പ് ജാസ്മിൻ എന്തോ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ടാസ്കിന് വിളിച്ചപ്പോ പുള്ളിക്കാരി തുണി കൊണ്ട് അവിടെ ആ ആ സോഫയിലോട്ട് ആ വെച്ച്. അതൊക്കെ ഞാൻ ആ കണ്ടോണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്നു. ആ അന്നേരം അത് ജിൻഡോ അങ്ങോട്ട് വന്നിട്ട് ആ അടിവസ്ത്രം വരെ പുറത്തോട്ട് എടുത്ത് കാണിക്കുമായിരുന്നു. ആ അത് അത് ബണ്ടിലിന്റെ അകത്ത് ടവലിന്റെ അകത്തായിരുന്നു ആ എല്ലാം അതെ വെച്ചിരുന്ന ഡ്രസ്സല്ല, അത് ആ തുറന്നു നോക്കിയിട്ട് ആ അത് അവിടെ കൊണ്ട് വെക്കാൻ പാടില്ല ആ എന്നൊക്കെ അതെ പറഞ്ഞു. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ആള് വന്നിട്ട് ഉം. കിച്ചണിന്റെ അവിടെ ഇട്ട ഷഡ്ഡി കൊണ്ട് മറ്റേ പാചകത്തെ വെച്ച് അതിനൊന്നും ആർക്കും ഒരു എടാ പക്ഷെ കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞപ്പോഴേ പെണ്ണുങ്ങൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. ജിൻഡപ്പനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട്. ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ നിന്റെ ജിൻഡപ്പൻ വേണ്ട ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാണിച്ച് അത് ഇപ്പൊ തുറന്നു നോക്കേണ്ട വല്ല കാര്യം, അവളെന്തിനാ അവിടെ കൊണ്ട് വെച്ചതെന്നൊക്കെ ആ, പബ്ലിക്. അപ്പൊ അങ്ങനെ പറയണം. അതാണ് പറഞ്ഞത്. അതവിടെ പലർക്കും പല ഇതിനൊക്കെ നിയമങ്ങളാണ് ആൾക്കാർക്ക് മനസ്സിലായത്. ആ അവളവിടെ കൊണ്ട് വെച്ചോണ്ടല്ലേ തുറന്നത്. ആ, അവ വെച്ചെന്ന് പറഞ്ഞോണ്ട് ഇവനെന്തിനാ പോയി തുറന്നു നോക്കുന്നത്? ആ ഇത് ഞാനാന്ന് ചോദിച്ചു. എന്താണേലും അത് പുള്ളിക്കാരി പറഞ്ഞിട്ട് കുളിക്കാൻ കാര്യമില്ല. പോകുന്നേ ഉള്ളൂ. അത് യൂസ്ഡ് പോലും അല്ല. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എടുത്ത് വെച്ച സാധനമാണ് ജാസ്മിന്റെ. പക്ഷെ അതിനു മുമ്പ് മണിക്കൂറുകളോളം പുറത്തിരുന്ന് അവരിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാ മീറ്റിങ്ങിന് കയറിയ എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ആയിരുന്നു നടന്നായിരുന്നു ഗബ്രി ആയിട്ട്. എന്താണേലും പറയുന്നവര് പറയട്ടെ. കുറെ കമന്റ്സ് നോക്കി അറിയാം നമ്മുടെ നാട്ടിലുള്ള കുലസ്ത്രീകൾ ആ, എന്തോരം അത് ജാസ്മിനെ കുറെ കുറ്റം പറയാം. കുലപുരുഷന്മാരും കുലസ്ത്രീകളുമാണ് എടാ ഏറ്റവും കൂടുതൽ. സ്ത്രീകളുടെ കമന്റ്സ് കണ്ട മീൻസ് നമുക്കറിയാം ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ഡിഗ്രേഡ് ചെയ്യുന്ന വേറെ പെണ്ണ് തന്നെയാണ്. മനസ്സിലായി പറയാൻ പറ്റുന്നില്ല, കാരണം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. അപ്പൊ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതുകൊണ്ട് വേറെ ആരും എന്തെങ്കിലും കാണിക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല പോലും. ഓർക്കുന്നുണ്ട് നമ്മുടെ അൻസിബയൊക്കെ പറഞ്ഞ് മറ്റേ ഇവരുടെ ഇതൊക്കെ കണ്ടിട്ട് പിള്ളേരെ ടൂറിന് വിടാൻ പോലും ആ, അത് എന്താ വേറെ അച്ഛനമ്മമാര് മടിക്കും. അത് വേറൊരു ടൂറിന് കുലസ്ത്രീ. പോയിട്ട് ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ, അത് വേറൊരു കുലസ്ത്രീ പുറത്തിറങ്ങി എല്ലാവരുടെയും മറ്റേ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ഒരു കുലസ്ത്രീയാണ്. അത് അറിഞ്ഞുണ്ടോ? എന്റെ അച്ഛനും അമ്മയും എന്നെ നന്നായിട്ടാണ് വളർത്തിയത്. അതിന്റെ അർത്ഥം പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് ജാസ്മിന്റെ അച്ഛനും അമ്മയും അവളെ നന്നായിട്ടല്ല വളർത്തിയെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. വളർത്തിയെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വേറെ വല്ലവരുടെ സർട്ടിഫിക്കറ്റ് നോക്കി അവസാനം ഒന്നും കാണിക്കാൻ വയ്യാതെ അവിടെ വീട്ടിൽ അടങ്ങിയിരിക്കേണ്ട അവസ്ഥ. വല്ലവരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ലൈഫ് ഉള്ളവർ ജീവിക്കുക. വേറെ ആള് നല്ലത് പറയാൻ നോക്കി ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. ഒരാൾ നല്ല കൊച്ചാന്ന് പറഞ്ഞ് അതിലൊരിക്കലും സന്തോഷിക്കാൻ പാടില്ല. കാരണം അതൊരു എന്താ പറയുന്നത്, അതൊരു ചെയിനാണ്. നമുക്ക് പിന്നെ അതൊന്നും ചെയ്യത്തില്ല. അപ്പം ബോണ്ടണ്ണന് ബിഗ് ബോസിൽ പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ സൈക്കാട്രിക് ഡ്രഗ് ഒക്കെ കൊടുത്ത് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന ബിഗ് ബോസിൽ പോകാൻ തോന്നുന്നുണ്ട്. ഞാൻ പോകും. ഡ്രഗ് കിട്ടിയാലും കുഴപ്പമില്ലെന്ന്. പക്ഷെ എന്തായാലും എനിക്ക് ഡ്രഗിനേക്കാളും പ്രശ്നം എന്താ പറയുക, എനിക്ക് എന്താണ് ആൾക്കാരുടെ ചിന്താഗതിയാണ് എനിക്ക് വിഷമം. ആൾക്കാർ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഷോയിൽ നമ്മൾ ചെന്ന് നിന്ന് കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്കാണ്. മനസ്സിലായത്. അതുകൊണ്ട് അതെ. അതാണ് ഒരു പ്രശ്നം. അത് മാത്രമല്ല, എനിക്ക് ഏത് സൈക്കാട്രിക് ഡ്രഗിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നമാണ് ബോധമുള്ള ആൾക്കാരാണെങ്കിൽ വോട്ട് ചെയ്യുന്നെങ്കിൽ ഓക്കെ. നമ്മളവിടെ നിൽക്കുന്നതിന് പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാലയിൽ കപ്പ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും അറ്റ് വാട്ട് കോസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയാണ് കാര്യം. ഒന്നെങ്കിൽ നമ്മൾ അങ്ങ് ഭൂലോക ഇതിൽ അങ്ങ് മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും എല്ലാം ഒന്ന് ഏറ്റവും പോക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വാഴ. ആ അതെ കറക്റ്റ്. ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഫിനാലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അടുത്ത സീസണിലേക്ക് നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ വരുമെന്നൊക്കെയാണ് പ്രതീക്ഷയോടെ. കുറച്ചുകൂടെ എന്റെ ഈ സീസണിലെ എന്റെ റാങ്കിങ് അനുസരിച്ച് ഫസ്റ്റ് ജാസ്മിൻ ജാഫർ, സെക്കൻഡ് ജിൻഡോ, തേർഡ് അർജുൻ, ഫോർത്ത് ഋഷി വർമ്മയായിരുന്നു, ഫിഫ്ത്ത് അഭിഷേക് ഒക്കെ അവസാനം വരെ വന്നോണ്ട്, അല്ലെങ്കിൽ അവനെ ഒന്ന് അവിടെ വരാൻ ഫിനാലെ വന്ന 5 പേരുടെ ഇതിൽ വെച്ച് റാങ്കിങ് വെച്ചു. വന്ന 5 പേര് അവരെ വന്നോളൂ, ബാക്കി വന്നില്ല. ആ
ജാസ്മിനും ജിൻഡോ എന്താ അപ്പൊ ആര് വന്നാലും ശരി അവര് തന്നെ ഫസ്റ്റ് ഉണ്ട് 1-2. കാരണം കണ്ടന്റ് കൊടുത്ത് അവരെ ഉള്ളൂ, വേറെ ആരും കണ്ടന്റ് കൊടുത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് കറക്റ്റ്. രണ്ടുപേരും അവരെന്തായാലും വരും. പക്ഷെ ബാക്കിയുള്ള എനിക്ക് അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്കെന്തായാലും പേഴ്സണലി സന്തോഷമുണ്ട്. കാര്യം നിങ്ങളുടെ ചെറുക്കൻ അർജുൻ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുണ്ട്. അപ്പോഴത് സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട്. ഐ മീൻ സെക്കൻഡ് ആയി, ബട്ട് റണ്ണറപ്പ് ആണല്ലോ അങ്ങനെ. യെസ്. അതെ, പിന്നെ അപ്പൊ അതില് പുള്ളിക്കാരൻ സന്തോഷമുണ്ട്. സിനിമയിൽ ഒരു അവസരം കിട്ടി ഓഡിഷൻ. ആ, അതും കിട്ടി. അത് നല്ലതാണ്. അതുകൊണ്ട് ആളൊരു സെലിബ്രിറ്റി ആയി മാറി. നമുക്ക് പറയാലോ, നിങ്ങൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് അതെ. പഠിച്ചതെന്നൊക്കെ. ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇവർക്ക് നമ്മളിപ്പോ ഇവർക്ക് ഒരു പൊസിഷൻ കിട്ടിയോണ്ട് അങ്ങനെയല്ല പറയുന്നത്, ഇവരെ അല്ല പറയുന്നത്. നമ്മൾ ഒരാൾ അൺഫെയർ ഉം. എന്നോ അല്ലെങ്കിൽ ഒരിക്കലും അതിന് അർഹതയില്ലെന്ന് പറയുന്നത് ഒരിക്കലും അവരെ കുറ്റം പറയുന്നതല്ല, വോട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് കുറ്റം. അർജുൻ ആ, നമുക്ക് അല്ല, നമുക്ക് പേഴ്സണലി, ഷോയുടെ ഇത് വെച്ചിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതെ അല്ല, അർജുൻ കാര്യം അത് വെച്ച് എത്ര നോക്കുവാണെങ്കിൽ ഇതാണെന്ന്. ഒരിക്കലും ആ, ഇവരല്ലല്ലോ തീരുമാനിക്കുന്നത് ഇവർ ഏത് പൊസിഷൻ എത്ര ഉള്ളു. ഇവരവിടെ അതെ അതെ ചെയ്യുന്നു, അതെ അതെ. ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. ഉം. അതുകൊണ്ട് ഇവരെ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനും പറ്റില്ല. ഇവരല്ല കുറ്റം പറയേണ്ടത് ആക്ച്വലി. ഇവരെ ഉം. കുറ്റം പറയാൻ പറ്റത്തില്ല, ഇവരല്ല തീരുമാനിക്കും, ഇവരകത്തിരിക്കുന്നല്ലാതെ ഇത് വോട്ട് ഉം. ചെയ്യുന്നവരെ കുറ്റം പറയും. അർജുൻ ഇപ്പം നന്നായി, പുള്ളിയുടെ ഫ്യൂച്ചർ ഇപ്പം നന്നായി, അതുകൊണ്ട് നമുക്ക് സന്തോഷം മാത്രം. പക്ഷെ അതെ. പുള്ളിക്ക് ഒരിക്കലും ആ ഒരു സെക്കൻഡ് കിട്ടാനുള്ള ഒരു ഡിസർവിങ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ പെർഫോമൻസ് അതുപോലെയായിരുന്നു. പുള്ളി തന്നെ ഇറങ്ങി പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും കപ്പിന് വേണ്ടിയിട്ടല്ല, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല, അത്രേ അങ്ങനെ ഉള്ളൂ. തന്നെ നിന്നിട്ടുള്ളൂന്നാണ് എനിക്ക് ആൾക്കാരോട് പറയാനുമുണ്ട്. ഇനി അവൻ എന്റെ അകത്ത് പുറത്തെങ്ങനെയാണെന്നോ അതുപോലൊക്കെ തന്നെയാണ് പുള്ളി അകത്തും ഉണ്ടായിരുന്നത്. അതെ, എനിക്ക് പിന്നെ പുള്ളിക്കാരൻ ഒരിക്കലും ഫേക്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പുള്ളിക്കാരന്റെ ഉം. നേച്ചർ എനിക്ക് എങ്ങനെയാ തോന്നി കണ്ടിട്ട്, വേറെ കാണുമ്പോൾ അറിയാമല്ലോ, അതാണ് ഫേക്ക് ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും. എത്ര നാളങ്ങനെ പറ്റും അതെ കണ്ടിന്യൂ ചെയ്ത്. അതെ, അതിന്റെ ഇടയ്ക്ക് അപ്പം വേറെ കുറെ കാര്യങ്ങളുണ്ട്, ജന്മനിയുടെ കാര്യം എനിക്കറിയില്ല. ആ, അതൊക്കെ എന്റെ ദൈവം എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതൊക്കെ എന്താ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരി പിന്നെ എന്തൊക്കെയാ ഇന്റർവ്യൂല് വന്നിട്ട് ശമിച്ചത് അർജുനെയാണ് പറയുന്നത്, നോറയല്ലെന്ന് പറയുന്നത്. പക്ഷെ അത് കണ്ട ആർക്കും മനസ്സിലാവും അത് നോറ. നോറേനെയാണ് പറഞ്ഞത്, കാണുന്നവർക്കൊക്കെ എല്ലാം അറിയും. മനസ്സിലാവും, ഞാനങ്ങനെ അവളെന്നാ പറയുന്നത്. അർജുൻ ആ, അല്ല, അവളുടെ ശബ്ദം പോണം, അവളുടെ തൊണ്ട പോണം എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാം അവളെന്ന്. തൊണ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതങ്ങനെ വാ തുറന്ന കളത്തില പറയാം, അതങ്ങനെ വേറെ ഒന്നും. അർജുൻ എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഒരു വർഷം, അതങ്ങനെ. അത് പിന്നെ എന്താ ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവരെന്നോട് അത്ര മൈൻഡ് ചെയ്തില്ല. അപ്പൊ അതിന്റെ ദേഷ്യം കാരണമാണെന്ന് കണ്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞു, ഓഡിയോ പുറത്തായത് താഴെ നമുക്ക് അറിഞ്ഞൂടെ ദേഷ്യമാണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചുമ്മാ വായിപ്പോന്ന് എനിക്ക് കുറിച്ച് പറയും. പക്ഷെ വളരെ ഭയ- എന്റർടൈൻമെന്റ് ആയിരുന്നു ജന്മനി, അത് വേറെ കഴിച്ചു. ആ, അതെ 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 അതെ. ജന്മണി ഒരിക്കലും കറക്റ്റ്. ആ എവിക്റ്റ് ആയപ്പോ എവിക്റ്റ് ആവേണ്ട ആളല്ല എന്ന് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങള് പറയായിരുന്നു ഇത് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ബിഗ് ബോസ് മറ്റേ സബ് ടൈറ്റിൽ ഇടുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ഈ ഇതില് പല പ്രാവശ്യം എന്താ റീവൈൻഡ് അടിച്ച് കേൾക്കേണ്ട വന്നിട്ടുണ്ട്. എന്താ പറയുക, കാര്യം ചിലപ്പോഴൊക്കെ പുള്ളിക്കാരുടെ ഒരു വാക്കുണ്ടായിരുന്നു, അത് എന്താന്ന് ഞാൻ മറന്നുപോയി. അത് പറയുമ്പത്തേക്ക് ചിരിച്ച് ചിരിച്ച് തെറ്റുവാണ്. അല്ലല്ലല്ലല്ല, അത് തമിഴിൽ ഏതാണ്ട് തെറിയായിട്ടാണ് എപ്പോഴും കേൾക്കുന്നത്. അതല്ല പറയുന്നത് പുള്ളിക്കാരി. അഖിൽ മൈനറാണ്, ആ, അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് കേൾക്കത്തില്ല. പുള്ളിക്കാരി ഏതോ വീഡിയോയില് പുറത്തു വന്ന ഏ. അഖിൽ മൈനർ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു. അതങ്ങനെ ഞാനോട് പറഞ്ഞത് ശരിയാ, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു പുള്ളിക്കാരി ആ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കൊണ്ട്. പുള്ളിക്കാരി അങ്ങനെയൊക്കെ പക്ഷെ എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ പിന്നെ ഇടയ്ക്ക് ഈ ശാപവാക്കുകളൊക്കെ ഉതിർത്തു തുടങ്ങിയപ്പോഴാണ് ബുദ്ധിമുട്ടായത്. അത് സൈക്കോ ആയിരുന്നു. അങ്ങനെ അങ്ങ് നിന്നിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് രുദ്രതാണ്ഡവം നടത്തുന്നത്. ആ പുള്ളിക്കാരിയുടെ ഇത് മാറി. കാര്യം എല്ലാരും ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് ഇത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി അങ്ങ് അന്യനിൽ നിന്ന് എന്താ പറയാ, അമ്പിയിൽ നിന്ന് അന്യനായി മാറിയത്. അതുവരെ കുഴപ്പമില്ലായിരുന്നു. അല്ല, പുള്ളിക്കാരി ഒരിക്കലും ഫൈനലിൽ എത്തുന്നതാണല്ലോ, പക്ഷെ എന്നാലും ഔട്ടായപ്പോ ഔട്ടാകാൻ പാടില്ല, ആ സമയത്ത് ഔട്ടാവേണ്ട ആളല്ല പുള്ളിക്കാരി. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഔട്ടാവില്ല. യെസ്.
അപ്പോഴ് നമ്മളെ എല്ലാ ഇതും ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ജെയിംസ് ബോണ്ടിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വോട്ട് ചെയ്യുക. കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ചുമ്മാ ലുക്സും ക്യൂട്ട്നെസ്സും മാത്രം കണ്ട് വോട്ട് ചെയ്യാതിരിക്കുക പ്ലീസ്. പിന്നെ പുറത്തെ കാര്യങ്ങളെ വെച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക. അതെ, പുറത്തേക്ക് അതെ ഷോ കാണുമ്പോൾ ഷോ മാത്രം കാണുക. പുറത്ത് അവരെന്ത് ഇപ്പൊ കാണിക്കുന്നോ അത് നോക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. വിന്നറായ നമ്മുടെ ജിൻഡപ്പനെ കുറിച്ചും പുറത്ത് ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട ചില ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ വലിയ സംഭവം ആയില്ല. ആൾക്കാർ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. അതാ പറയാ, അപ്പൊ നിങ്ങൾ ആൾക്കാർക്ക് പുറത്തെ വേണ്ടത് എടുക്കുവാണെങ്കിൽ അതോടെ എടുക്കേണ്ടതായിരുന്നു. അതെ, ആൾക്കാർക്ക് വേണ്ടതേ അവരെടുക്കത്തുള്ളൂ. മനസ്സിലായി. അവർക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അവരെന്ത് ചെയ്താലും പിന്നെ കുറ്റമാണല്ലോ. പിന്നെ നെഗറ്റീവുകളെല്ലാം പുറത്തില്ലാത്തതും ഇല്ലാത്തതും ഉള്ളതും എല്ലാം ഉണ്ടാക്കി പറഞ്ഞ് മൊത്തത്തിൽ ഏറ്റി വയ്ക്കണം. ഒരു ഷോയിലുള്ളത് മാത്രം കണ്ട് വോട്ട് ചെയ്യുക. അല്ലാതെ അവരുടെ ഭൂതകാലവും എല്ലാം കൂടെ വലിച്ചയക്കേണ്ട കാര്യമില്ല. ആ നോട്ടിൽ നമുക്കിന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ നിങ്ങളെ കേൾക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നമ്മുടെ ബോണ്ടണ്ണനെ ഇനി തുടർന്നും ഞങ്ങളുടെ ഷോയിലേക്ക് വരണോ വേണ്ടയോ എന്നൊക്കെ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യുക. അതിന് നീ എന്നുണ്ടോ ചോദിക്കാതിരിക്കുക. അപ്പോഴ് വോട്ട് ചെയ്യുക. പിന്നെ ബോണ്ടണ്ണൻ ബിഗ് ബോസിൽ കയറുകയാണെങ്കിൽ അന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ഞങ്ങളെന്തായാലും വന്നിരുന്നു ഇതുപോലെ എന്റെ ഷോ ചെയ്യും. തന്നേക്കാ വലിയ കുഴപ്പമായിരുന്നല്ലോ. അവന്റെ കഥകൾ നിങ്ങൾ കേൾക്കണം. എന്തൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മീ മിസ്റ്റർ ദിഗംബരൻ സൈനിങ് ഓഫ് വിത്ത് ജെയിംസ് ബോണ്ട്. ബൈ.